السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد، وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولا تزر وازرة وزر أخرى، وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى. إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة، ومن تزكى فإنما يتزكى لنفسه، وإلى الله المصير. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അർഹമുർറാഹിമീനായ റബ്ബിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് വീണ്ടും ഒരു റമദാനിന് കൂടി സാക്ഷികളാവാൻ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ അവസരത്തിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുനർചിന്തനത്തിന് ഈ ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മളെല്ലാവരും നമുക്കിതിന് തൗഫീഖ് നൽകിയ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ സ്നേഹവും ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ കൊതിക്കുക, ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യത്തിന് നമ്മയെല്ലാം കാരണക്കാരാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കാലചക്രം അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു റമദാനിൽ നാം എത്തിയത് ആ ശക്തമായ കറക്കത്തിൻ്റെ പ്രവാഹത്തിനിടയിലാണ്. വയസ്സൊന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല പഠിപ്പിച്ചത് യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ,
ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹുവാണ് രാവിനെ പകലായും പകലിനെ രാവായും മാറ്റിമറിച്ച് ദിവസങ്ങളെയും മാസങ്ങളെയും കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഡയറിയിലെ ഒരു പേജ് മറിച്ചിടാനോ കലണ്ടറിൻ്റെ ഒരു താള് മാറ്റിവെക്കാനോ ഉള്ള സംവിധാനമല്ല. മറിച്ച് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ചിന്തിക്കുന്ന ആളുകൾക്ക്, ദീർഘമായി ദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുനിയുന്നവർക്ക് ഇതിൽ വലിയ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ തപ്പുകയാണ്, ആ അടയാളങ്ങളെ തിരയുകയാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് റമദാനുകൾക്ക് സാക്ഷിയായവരുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാകണം ഈ വർഷത്തെ നമ്മുടെ റമദാൻ. കാരണം മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ നിറകുടമായ ലോകം അതിൻ്റെ അന്ത്യത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ച ഘട്ടത്തിൽ അദ്ദേഹം അരുളി ചെയ്ത ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അന വസ്സാഅതു കഹാതൈൻ. ഇതാ ഞാനും അന്ത്യനാളും ഇതുപോലെയാണ്, തൊട്ടടുത്ത് നിൽക്കുന്നു. എൻ്റെ ആഗമനത്തോടുകൂടി അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം മഹാനായ നബി തങ്ങൾ ഈ ലോകത്തിൻ്റെ അവസാനത്തോടടുക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നു. വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, ആകാശലോകത്ത് നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്. നാം ആലോചിക്കേണ്ടത്, ഈ വർഷത്തെ റമദാനിന് നാം സാക്ഷികളാവുമ്പോൾ ഒരു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലെ അന്ത്യ റമദാനായിരിക്കും, അവസാന റമദാനായിരിക്കും എന്നാണ്. ഇതൊരു പുതുമയ്ക്ക് വേണ്ടി ഞാൻ പറയുകയല്ല. റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ നാസ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. വായിക്കാത്തവർ അറിയേണ്ട ഒരു റിപ്പോർട്ട്. നാസ പറയുന്നത് സൂര്യൻ്റെ ഉദയത്തിന് മാറ്റം വരാൻ പോവുകയാണ്. വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ, സമയങ്ങളിൽ സൂര്യൻ്റെ ഉദയത്തിന് മാറ്റം വരും. ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ദിക്കിൽ നിന്ന് വ്യത്യസ്തമായി എതിർദിശയിൽ നിന്ന് സൂര്യൻ ഉദിക്കുമെന്ന് പറയുന്നത് നാസയാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൾമയർ കൊള്ളേണ്ട ഒരു റിപ്പോർട്ടായിരുന്നു അത്. കാരണം ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, സയൻസ് പഠിച്ചിട്ടില്ലാത്ത, സ്പേസ് സയൻസിനെ കുറിച്ചൊന്നും അറിയാത്ത, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു വസ്തുത, ലോകത്തിൻ്റെ അന്ത്യമാകുമ്പോഴേക്ക് സൂര്യൻ്റെ ഉദയദിക്കിൽ നിന്ന് വ്യത്യാസം വരുമെന്നാണ്. നിങ്ങളത് പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ആ റസൂലിൽ വിശ്വസിച്ച നമ്മളോട് മഹാനായ മുത്തുനബി പറഞ്ഞുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യാൻ ആളുകളിൽ നിന്ന് മാത്രമല്ല, ഇസ്ലാം എന്ന നമ്മുടെ വിശ്വാസം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെ പടച്ച റബ്ബിൽ നിന്നുള്ളത് തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ളത്.
ഇത് നേരാണെങ്കിൽ, സത്യമാണെങ്കിൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനിരിക്കുകയാണ്. ഇദ ശംസു കുവ്വിറത് വഇദ നുജൂമു കദറത്. ഖുർആൻ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഓടിയിട്ടുണ്ടാകും, എന്താണ് ഈ ഇദ ശംസു കുവ്വിറത്? സൂര്യൻ ചുരുട്ടി താഴേക്ക് വീഴുന്ന ഒരു രംഗം. കുവ്വിറത്, അത് ചുരുട്ടപ്പെടുകയാണ്. ടോർച്ച് ലൈറ്റ് പ്രചാരത്തിലില്ലാത്ത ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ ജീവിച്ച ആളുകൾക്കറിയാം, വെളിച്ചം കാണാൻ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ച ഒന്നുണ്ട്, ചൂട്ട് എന്ന് പറയും. ഇവിടെ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. കുറെ ഓല കെട്ടിയുണ്ടാക്കിയ ഒരു സാധനം, അത് കത്തിച്ച് വീശിയാണ് പോവുക. അത് കത്തിച്ച് വീശിപ്പോകുമ്പോൾ അതിൻ്റെ കത്തുന്ന തുമ്പിൽ നിന്ന് കുറെ സാധനങ്ങൾ താഴേക്ക് വീഴും. കുവിറത്ത്, കത്തി കത്തി ചുരുണ്ട് വീഴുന്ന ചില സാധനങ്ങൾ. അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈഡ്രജനും ഹീലിയവും ഈ വാതകങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സൂര്യൻ, ഈ രണ്ട് വാതകങ്ങളുടെയും സവിശേഷത കത്തുക എന്നാണ്. ഉദിച്ച അന്ന് മുതൽ, സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി കത്തി ഇദ ശംസു കുവ്വിറത്. സൂര്യൻ ഈ ചൂട്ടിന്റെ തലക്കൽ നിന്ന് ഏതുപോലെയാണോ കത്തിക്കത്തി വെണ്ണീർ താഴേക്ക് വീഴുന്നത്, അതുപോലെ കത്തിച്ചാമ്പലായി താഴേക്ക് വീഴുന്ന ഒരു ദിവസമുണ്ട്. വഇദ നുജൂമു കദറത്. വളരെ കൃത്യമായ മാഗ്നറ്റിക് ശക്തി കൊണ്ട് പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുള്ള വളരെ ശക്തമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആകാശ ലോകത്തേക്ക് കണ്ണുയർത്തി നോക്കിയാൽ മനോഹരമെന്ന് നമുക്ക് തോന്നുന്ന നക്ഷത്രങ്ങളൊക്കെ ആ മാഗ്നറ്റിക് പവറുകളുടെ ശക്തി ക്ഷയിച്ച് താഴേക്ക് വീഴുന്ന ഒരു ദിവസമുണ്ട്. അറിയുക സഹോദരങ്ങളെ, ഇനി ചെവിടേർക്കുക, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കും. സഹാബത്തിന്റെ രീതി അങ്ങനെയായിരുന്നു. സഹാബത്ത് റമദാനിനെ സ്വീകരിച്ചിരുന്ന രീതിയെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നസ്തഖ്ബിലു ഇസ്തിഖ്ബാലൽ മുവദ്ദിഈൻ. ഇസ്തിഖ്ബാലൽ മുവദ്ദിഈൻ, ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നവരുടെ ഒരു ചിന്തയോടെ അങ്ങനെ റമദാനിനെ സ്വീകരിച്ചവർ. ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ സ്നേഹത്തിൻ്റെ ഒറ്റക്കാരണത്താൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇത് നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കും എന്ന ചിന്തയോടുകൂടിയാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ. ഓരോ റമദാനിലും നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷകളുണ്ടാകും. തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച്. പക്ഷേ അവസാനിപ്പിക്കുക ആ പ്രതീക്ഷ. ഇന്ന് ജീവിച്ചാൽ അതുണ്ടാകും, നാളത്തേത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷമുണ്ടായ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും സ്നേഹിതന്മാരും നേതാക്കളുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം ദുനിയാവിലെ ജീവിതത്തേക്കാൾ സമ്പന്നവും ശോഭനവുമാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തൊട്ടടുത്ത റമദാനിൽ ഒരു പക്ഷേ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിക്കൊള്ളണമെന്നില്ല. അതിന് നമുക്ക് സാക്ഷികളാവാൻ സൗകര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവസാനത്തെ റമദാനാണ് ഇന്ന്, ഇത് എന്ന ചിന്തയോടുകൂടി ജീവിക്കുക. അതാണ് ഈ റമദാനിൻ്റെ പുനർചിന്തനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം. അവിടെ മാത്രമേ നമുക്ക് നമ്മെ പരിവർത്തിപ്പിക്കാൻ സാധിക്കൂ. മരണം മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം മാത്രമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം അവസാനത്തെ വാക്കല്ല. നമുക്കതറിയാം. ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്കല്ല മരണം. മറിച്ച്
ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമുള്ള ജീവിതത്തിൽ നിന്ന് അതൊന്നുമില്ലാത്ത സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഗേഹത്തിലേക്കുള്ള മാറ്റത്തെയാണ് മരണം എന്ന് നാം വിളിക്കുന്നത്. നമുക്കതാണ് മരണം. എങ്കിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കണം. നാം മാറാൻ സന്നദ്ധമായെങ്കിലേ അള്ളാഹു നമ്മളെ മാറ്റൂ. അതാണ് അള്ളാഹുവിൻ്റെ തത്വം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ലോകത്തിൻ്റെ ചരിത്രം അതാണ്. മാറാൻ സ്വയം സന്നദ്ധമാകാത്ത ആരെയും അള്ളാഹു മാറ്റുകയില്ല. അള്ളാഹുവിൻ്റെ നിയമം അതാണ്. അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള പ്രകൃതി നിയമം അതാണ്. സുന്നത്ത് അതാണ്. പ്രാപഞ്ചിക നിയമം അതാണ്. അതുകൊണ്ട് മാറാൻ നമുക്കാവണം. മാറ്റമാണ് റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പാഠം അതാണ്. മാറ്റമാണ് റമദാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് നമ്മുടെ ജീവിത ചിട്ടകളിലല്ല, ഭക്ഷണക്രമങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ജീവിതം മുച്ചൂടും മാറേണ്ടതുണ്ട്. ആ മാറ്റത്തെയാണ് ഇസ്ലാം വിളിച്ചത് തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ. അതാണ് മാറ്റം. അതാണ് മാറ്റം. നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ചെളിയും അഴുക്കുമുള്ള ഒരു വയൽ വരമ്പത്തിലൂടെ നടന്നു പോകുമ്പോൾ എപ്രകാരം സൂക്ഷ്മത പാലിക്കുന്നുവോ അപ്രകാരം സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, ജീവിതത്തിൽ അപ്രകാരമുള്ള സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നതാണ് നമുക്കുണ്ടാകേണ്ട മാറ്റം. ഒരുപാട് ചെളികൾ തെറിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറേ തെറിച്ച് കഴിഞ്ഞു നമ്മുടെ മേലേക്ക്. ഇനിയും പലതും തെറിക്കും. തെറിക്കാതിരിക്കണമെങ്കിൽ സസൂക്ഷ്മമായി മുമ്പോട്ട് പോകണം. സസൂക്ഷ്മം. നമ്മുടെ വളരെ ശക്തമായ രീതിയിലുള്ള സൂക്ഷ്മത ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു മാറ്റം അതാണ് വേണ്ടത്. ഭക്ഷണക്രമത്തിലെ മാറ്റമായി റമദാൻ പലരും മാറ്റിയിട്ടുണ്ട്. ശരിയല്ല. അത് മാറ്റമുണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. 3 കാര്യങ്ങൾക്ക് കടുപ്പമുള്ള മാറ്റം ഉണ്ടാകണം. 1 നമ്മുടെ നഫ്സിനാണ്, മനസ്സിനാണ്. 2 നമ്മുടെ റൂഹിനാണ്, ആത്മാവിനാണ്. 3ാമത്തേത് ഖൽബ് അഥവാ ഹൃദയത്തിനാണ്. ഈ 3ഉം മാറിയെങ്കിലേ ഞാനെന്ന ഈ ശരീരം മാറുകയുള്ളൂ. നഫ്സ് മാറണം, റൂഹ് മാറണം, ഖൽബും മാറണം. 3ഉം അള്ളാഹു സൃഷ്ടിച്ച കടുപ്പമുള്ള 3 സംവിധാനങ്ങളാണ്. എന്താണെന്ന് മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടില്ലാത്ത 3 സംവിധാനങ്ങൾ. മനുഷ്യൻ തെരഞ്ഞ് കിട്ടിയത് ഹാർട്ട് മാത്രമാണ്, ഹൃദയം മാത്രമാണ്. അതുതന്നെയും ഇസ്ലാം പറഞ്ഞ ഹൃദയം ഇവിടെയുള്ള ഒരൊറ്റ ഫിസിഷ്യനും കണ്ടെത്താനായിട്ടില്ല. ഒരൊറ്റ സർജനും കൈവച്ചത് ഇസ്ലാം പറഞ്ഞ ഖൽബിലല്ല. നമുക്കറിയാം അത്. ഇസ്ലാമിൻ്റെ ഖൽബിനൊരു സവിശേഷതയുണ്ട്. ആ ഇസ്ലാം പറയുന്ന ഖൽബ് മഹാനായ നബി തങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തന്നു. അത് റബ്ബിൻ്റെ വിരലുകൾക്ക് മുകളിലാണ്. അവിടെയാണ് ഖൽബ്. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു അവയവത്തിൻ്റെ പേരല്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഖൽബെന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ വിരലുകൾക്ക് മുകളിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതവൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, മറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മഹാനായ നബി തങ്ങൾ പ്രാർത്ഥിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മളും പ്രാർത്ഥിക്കുക. മാറണം നമുക്ക്. എവിടേക്ക് മാറണം? വലത്തോട്ടോ ഇടത്തോട്ടോ അല്ല. നമ്മുടെ രാജ്യം വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയേക്കാം. നമ്മുടെ മാറ്റം അങ്ങോട്ടല്ല, അത് അവസാനിച്ചു. ആ മാറ്റത്തെക്കുറിച്ചല്ല നമ്മുടെ ചിന്ത. നമ്മുടെ മാറ്റം സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവിൻ്റെ ദീൻ എവിടെയാണോ അങ്ങോട്ട് മാറണം. ഏത് വിഷയത്തിലും അവിടെയായിരിക്കണം നാം. ദീൻ ഏത് ഭാഗത്തേക്കാണോ അവിടേക്ക് മാറുക. ഇടതും വലതുമല്ല നമ്മുടെ പ്രശ്നം. ഇടതും വലതുമൊക്കെയുള്ള മാറ്റം ദുനിയാവിലെ ജീവിതത്തിൽ മാത്രമാണ്. അത് നൈമിഷികമാണ്, ക്ഷണികമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പോയത്തക്കാരാണ് സഹോദരങ്ങളെ നാം. പോയത്തക്കാരാണ്. ജീവിതത്തെക്കുറിച്ച് ഇത്ര കൃത്യമായി വിവരിച്ചു തന്ന ഒരു സംഹിതയുടെ ഉടമകളായിട്ട് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ. കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് ആചാര്യനുണ്ട്, ശ്രീ എം എൻ ഗോവിന്ദൻ നായർ. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകും.
അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സർ, ഒരു മതത്തിൽ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ, എന്ന് നിർബന്ധിക്കപ്പെട്ടാൽ താങ്കൾ ഏത് മതത്തിൽ വിശ്വസിക്കും? സഖാവ് ഗോവിന്ദൻ നായർ ബൗദ്ധികനാണ്, അതിശക്തമായി ചിന്തിക്കുന്നവനാണ്, വലിയ മനുഷ്യനാണ്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തോട് നമുക്ക് ആദരവാണ്, ബഹുമാനമാണ്. സഖാവ് പറഞ്ഞു, ഒരു സംശയവുമില്ല, ഞാൻ ഇസ്ലാമിനെ സ്വീകരിക്കും. വെറുതെ പറഞ്ഞതല്ല. ഏതെങ്കിലും ഒരു തെരുവിൽ കിടക്കുന്ന മനുഷ്യനോട് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ഒരു നിലവാരവുമില്ലാത്ത ക്യാമറാമാൻ്റെ മുമ്പിൽ പറഞ്ഞ സംസാരമല്ല. സഖാവിനോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, സഖാവേ, ഒരുപാട് ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ലോകത്തുണ്ടല്ലോ. താങ്കൾ ആ ഇതിഹാസങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ഇതിഹാസമോ ഗ്രന്ഥമോ ജീവിതത്തിൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ താങ്കൾ ഏത് ഗ്രന്ഥം തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് പോലും സംശയിച്ചു നിൽക്കാതെ സഖാവ് പറഞ്ഞു, ഞാൻ വിശുദ്ധ ഖുർആൻ തിരഞ്ഞെടുക്കും. നമ്മൾ ആരാ? ഇത് സഖാവ് പറഞ്ഞുകൊണ്ടല്ല, മലയാളികളെന്ന നിലക്ക്, പാലക്കാട്ടുകാരെന്ന നിലക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ആരാണെന്ന് ചിന്തിച്ചത്. വിശുദ്ധ ഇസ്ലാമും ഖുർആനും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന കടുപ്പമുള്ള ജീവശാസ്ത്രം നമ്മളോട് പറയുന്നു, മനുഷ്യരെ, ഭൗതിക ജീവിതത്തിന്റെ പിറകെ നിങ്ങൾ പോയാൽ ലോകത്തെ ഏറ്റവും വലിയ പോയത്തക്കാരാകും നിങ്ങൾ, വിഡ്ഢികളാകും നിങ്ങൾ. സത്യമാണത്. ഖുർആൻ നമ്മളോട് പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. എന്ത് പറ്റി നിങ്ങൾക്ക്? തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. ഈ ജീവിതത്തിൻ്റെ മോടി കണ്ട് നിങ്ങളതിൽ ലയിച്ചു പോയോ? ഈ മോടി ആരുടേതാണ്? പടച്ചർബ് സൃഷ്ടിച്ചതാണ് ദുനിയാവിനെ മോടി. എന്തിനാണെന്നോ? നമ്മൾ അറിയണം എന്തിനാണെന്ന്. അള്ളാഹുവിൻ്റേതാണ് ഇതൊക്കെ. ഈ മോടികൾ മുഴുവൻ റബ്ബ് സൃഷ്ടിച്ചു തന്നതാണ്. എന്തിന്? അള്ളാഹുവിന് ഒരു ക്രീം സൊസൈറ്റിയെ തിരഞ്ഞെടുക്കാനുണ്ട്. ക്രീം സൊസൈറ്റി എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി. സ്വർഗത്തിന് വേണ്ടിയുള്ളൊരു ക്രീം ടീമിനെ കിട്ടണം. ആ ടീമിനെ കിട്ടാനാണ് ഈ പരീക്ഷണം. അതാണ് ദുനിയാവ്. നമ്മുടെ കണ്ണ് അഞ്ചിപ്പോകരുത്, ഇതിൽ നമ്മൾ ലയിച്ചു പോകരുത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറത്തെന്ന ഒരു ഇടമുണ്ട്. ദുനിയാവിലെ ജീവിതത്തിന് ശേഷം, ബർസഖിലെ ജീവിതത്തിന് ശേഷം ആഖിറത്ത് എന്ന ഒരു ഇടമുണ്ട്. ആ ഇടമാണ് ഖൈറുൻ വ അബ്ഖാ. അതാണ് ഏറ്റവും ഉത്തമം എന്നൊന്നും അവശേഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളറിയണം, ആ ആഖിറത്തിന് വേണ്ടി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അതിനു വേണ്ടിയാണ്, അതാണ് യഥാർത്ഥത്തിലുള്ള പുനർചിന്തനം. നാം സഹോദരന്മാരെ നല്ല മനുഷ്യരാകണം. നല്ല മനുഷ്യരാവുക എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, റമദാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മനുഷ്യരാവുക, മനുഷ്യത്വമുള്ളവർ. വളരെ നിർമ്മലമാണ് ഈ തത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഓടി വന്ന ഒരു മനുഷ്യൻ നബിയുടെ സന്നിധിയിലേക്ക് വന്നു. ഒരു ഗ്രാമീണൻ, വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത, അറബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അറാബി എന്ന് പറയും. ആ ഗ്രാമീണൻ നബി തിരുമേനിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈർ. റസൂലേ, ആരാണ് ഈ നല്ല മനുഷ്യൻ? നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു ഉത്തരമാണ് റസൂലുള്ള പറഞ്ഞത്. ആരാണ് നല്ല മനുഷ്യൻ? നല്ല മനുഷ്യനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗ്രാമീണനായ മനുഷ്യനോട് പറഞ്ഞു, നല്ല മനുഷ്യൻ ആരാണെന്നോ? മൻ താല ഉംറുഹു വഹസുന അമലുഹു. മൻ താല ഉംറുഹു വഹസുന അമലുഹു. ദീർഘകാലം ജീവിച്ചവൻ പോരാ, അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കണം. ദീർഘകാലം ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്, നൂറ്റാണ്ടിന് സാക്ഷിയായവർ. പക്ഷേ പോരാ, വഹസുന അമലുഹു. ആ ദീർഘകാലം ജീവിച്ചപ്പോൾ
നല്ല അമലുകൾ ചെയ്തവൻ. ഹുസ്നുൽ അമൽ, ഹസൻ, ഹുസ്ൻ, ഇഹ്സാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിച്ചു വെക്കുക ആ പദം. പടച്ച റബ്ബ് ആഗ്രഹിക്കുന്നത് അമലുകളുടെ ക്വാണ്ടിറ്റി അല്ല, മറിച്ച് ക്വാളിറ്റിയാണ്. ഹുസ്നുൽ അമൽ. ഇസ്ലാമിൻ്റെ വിഷയം ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല. നിങ്ങൾ എത്ര ചെയ്തു എന്നതല്ല, ചെയ്യുന്നതിലേക്ക് അല്ലാഹു സൂക്ഷ്മമായി നോക്കും. അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. എന്തിന്? ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ അല്ലാഹു. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഒറ്റ കാര്യത്തിനാ. ലിയബ്ലുവക്കും, നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ, പരീക്ഷിക്കാൻ, പരിശോധിക്കാൻ. എന്താ പരിശോധിക്കണത്? നല്ല പണക്കാരൻ ആരാണ്? നല്ല വിദ്യാഭ്യാസമുള്ളവൻ ആരാണോ? ഇവിടുത്തെ പരീക്ഷ അതൊക്കെ അല്ലേ? നല്ല സ്വാധീനമുള്ളവൻ ആരാണ് എന്നാണോ? അല്ല. അയ്യുക്കും അഹ്സനു അമലാ, ഏറ്റവും നല്ല അമല് ചെയ്യുന്നവൻ ആര് എന്ന്. മാറ്റം അവിടെയാണ് ഉണ്ടാകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ് ഏറ്റവും നല്ല അമൽ? നമ്മളൊരിക്കലും സംശയിക്കരുത് ഏത് എന്നതിൽ. നമുക്കൊരിക്കലും സംശയമുണ്ടാകരുത് ഏത് എന്നതിൽ. വളരെ കൃത്യമായിരിക്കണം നമ്മുടെ ഉത്തരം. വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലത് എന്ന് പറഞ്ഞതാണ് ഏറ്റവും നല്ലത്. അത് അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ കഴിയൂ. വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നത്, മഹാനായ നബി തങ്ങൾ ആ പരിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത് ഇത് രണ്ടുമാണ് അഹ്സൻ. അല്ലാത്തതൊക്കെ പോക്ക, തട്ടിക്കളയണം. ആര് പറഞ്ഞാലും ശരി, ഏത് വലിയ കോജ പറഞ്ഞാൽ പോലും അല്ല. നമ്മുടെ അമലുകൾ നല്ലതാകണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. അങ്ങോട്ടാണ് നാം മാറേണ്ടത്. അതാണ് മാറ്റം. സ്വർഗത്തിന് വേണ്ടി മാറുക, ആഖിറത്തിന് വേണ്ടി മാറുക, നല്ല അമലുകൾ ചെയ്തുകൊണ്ട് മാറുക. ഏതാണ് നമ്മുടെ ത്വരീഖത്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദിയ ത്വരീഖത്താണ്. നമ്മുടെ ത്വരീഖത്ത് ഏതാണ്? മുഹമ്മദിയ ത്വരീഖത്ത്. അതിൻ്റെ പ്രസിഡന്റ് ആരാ? അതിൻ്റെ സെക്രട്ടറി ആരാ? നമുക്ക് മറുപടിയില്ല. അതിന് ഒരു പ്രസിഡന്റേ ഉള്ളൂ, ഒരു സെക്രട്ടറിയേ ഉള്ളൂ. അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക പ്രഭുവിൻ്റെ നാവിലൂടെ പടച്ച റബ്ബ് നമ്മളോട് പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ സബീൽ, ത്വരീഖത്ത് നീ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഒരുപാട് ത്വരീഖത്തുകൾ വരും, ഒരുപാട് മാർഗങ്ങൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. അതിലൂടെയൊക്കെ നീ പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, യഥാർത്ഥ ത്വരീഖത്തിൽ നിന്ന് നീ തെറ്റിപ്പോകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതായിരിക്കണം മാറ്റം. ആ ഒരു മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉത്തരം കേട്ട് നിൽക്കുന്ന ഈ സാധാരണക്കാരനായ ഗ്രാമീണനായ മനുഷ്യൻ, അയാൾക്ക് വീണ്ടും സംശയമുണ്ടായി. നല്ല കാര്യം ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്നാണല്ലോ നബി പറഞ്ഞത്. എങ്കിൽ അടുത്ത സംശയം, ഒരു പുതുമയുണ്ട് ഈ സംശയങ്ങൾക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ചോദ്യം ചോദിക്കലുണ്ട്. എന്തിനാ? നമുക്കറിയാലോ, നമ്മളൊക്കെ ചോദ്യം ചോദിക്കലുണ്ട്. ഒന്നുകിൽ ഉത്തരം പറയുന്നവന് വിവരമുണ്ടോയെന്നറിയാൻ, അല്ലെങ്കിൽ ചിലർക്കൊരു ഹരമാണ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്നവനെ ഉത്തരം മുട്ടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ നിറയെ ചോദ്യങ്ങളുണ്ട്. സഹാബത്ത് ചോദിച്ച ചോദ്യങ്ങൾ, യസ്അലൂനക അനിൽ അംഫാൽ, യസ്അലൂനക അനിർ റൂഹ്, യസ്അലൂനക അനിസ് സാഅ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ. നിറച്ചുണ്ട്. യസ്അലൂനക എന്ന് പറഞ്ഞാൽ അവർ നിന്നോട് ചോദിക്കുന്നു. അവർ എന്ന് പറഞ്ഞാൽ സഹാബത്താണ്. ചോദിക്കുക എന്തിനായിരുന്നു? ജീവിതത്തിൽ പകർത്താൻ. നാം അങ്ങോട്ട് മാറണം. നമ്മുടെ ചോദ്യങ്ങൾ പകർത്താനായിരിക്കണം, സംവാദത്തിനല്ല, ഉത്തരം മുട്ടിക്കാനല്ല. നമ്മുടെ ചോദ്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതൊന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം എന്ന വിചാരത്തോടു കൂടിയായിരിക്കണം. അതാണ് ഈ മരുഭൂമിയിൽ വന്ന സാധാരണക്കാരനായ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അയാളുടെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഫ്ദൽ,
അങ്ങനെയാണെങ്കിൽ റസൂലെ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാ? ഏറ്റവും നല്ല മനുഷ്യനാകണമെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യണം. ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു വാചകം പറഞ്ഞു, അൻതുഫാരിഖദ്ദുനിയാ വലിസാനുക റുതബുൻ മിൻ ദിക്രില്ലാഹ്. അൻതുഫാരിഖദ്ദുനിയാ, നീ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകണം. ഏറ്റവും നല്ല അമൽ ഏതാന്നാ പറയണത്? ഈ ദുനിയാവിൽ നിന്ന് നീ മരിച്ചു പിരിഞ്ഞു പോകണം. അപ്പോൾ വലിസാനുക റുതബുൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരത്താൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ നിന്റെ നാവ് റുതബ് ആയിരിക്കണം. എന്താ റുതബ് എന്ന് പറഞ്ഞാൽ? അതൊരു രസമുള്ള പദ. ഇപ്പോൾ റമദാനിൽ നിങ്ങൾ ആ പദം പഠിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കാൻ ഉപയോഗിച്ച ഒന്നാമത്തെ സാധനത്തിൻ്റെ പേരാണെന്ത്? റുതബ്. അത് കിട്ടിയില്ലെങ്കിൽ നബി ഉപയോഗിക്കുക തമ്രാണ്. അത് കിട്ടിയില്ലെങ്കിൽ മാ ആണ്. വിശ്വാസികൾക്കത് ചിരപരിചിതമായിരിക്കണം. റുതബ് എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത് നിൽക്കണ, അത് കണ്ടാൽ തന്നെ മധുരങ്ങനെ നാവിലൂറും, അങ്ങനത്തെ കാരക്ക, ഈത്തപ്പഴം, റുതബ്. ലിസാനുക റുതബുൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് റുതബ് പോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളതിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു നോക്കും. നിന്റെ നാവ് പച്ച പിടിച്ച് നിൽക്കണം, നിന്റെ നാവിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ പോരാ, ഒന്നും പോരാ, റുത്തബായിരിക്കണം. എന്ന് വെച്ചാൽ നിന്റെ നാവിന് മധുരമുണ്ടാകണം. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ, തസ്ബീഹ് ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ച കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ഏറ്റവും വലിയ ദിക്റായ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വായിക്കാൻ, പാരായണം ചെയ്യാൻ, പഠിക്കാൻ നിന്റെ മനസ്സ് റുത്തബായിരിക്കണം, മധുരമുണ്ടാകണം. നിനക്ക് പറ്റുമോ? നമുക്ക് പറ്റണം. അതാണ് ഈ മനുഷ്യനോട് റസൂലുള്ളാഹി ഉപദേശിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൻ്റെ പുനർചിന്തനത്തിൻ്റെ പാഠങ്ങളിൽ മൂന്നാമതായി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഇതാണ്. എനിക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടത് റുതബുൻ, മറന്നു പോകരുത് ആ പദം, റുതബുൻ മിൻ ദിക്രില്ലാഹ്. എൻ്റെ നാവ് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ റുതബായിരിക്കണം. ഞാനിവിടെ വന്ന് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ ദിക്റാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിത് സംസാരിക്കാൻ എൻ്റെ നാവിന് ഇഷ്ടമുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. പറഞ്ഞിട്ടെനിക്ക് പൂതി വരരുത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം. ഇവിടുന്ന് കേട്ടത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾക്കിഷ്ടമുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. ഏറ്റവും ഇഷ്ടമുള്ളത് ഇതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം മാറണം സഹോദരങ്ങളെ. അല്ലാഹുവിനെക്കുറിച്ചുള്ള ദിക്റിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന്, സ്മരണയിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെ നാം ഒഴിവാക്കണം. എനിക്ക് പറയാനുള്ള നാലാമത്തെ കാര്യം അതാണ്. ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ത് എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം, അല്ലാഹുവിനെ മറക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങൾ എന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം അതാണ്. അല്ലാഹുവിനെ മറക്കാൻ നാം ശ്രമിക്കുകയാണ്. മറക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അല്ലാഹു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലാഹു നമ്മളോട് ചോദിച്ചത് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, എടോ നിന്റെ ശരീരത്തിലേക്കൊന്ന് നോക്ക്, നിനക്ക് കാണൂലേ അവിടെ അല്ലാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ കാണൂലേ? നമ്മുടെ സ്വന്തം ശരീരത്തിലൊന്ന് നോക്കൂ, കാണാലോ നിറയെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു നിൽക്കാത്ത എന്താണ് ഇവിടെയുള്ളത്? എങ്ങനെ നമുക്ക് അല്ലാഹുവിനെ മറക്കാൻ കഴിയും? നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവിനെ മറക്കാൻ നാം ശ്രമിക്കരുത്. അല്ലാഹുവിൻ്റെ ഉപദേശമാണ് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. ഇന്ന് നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവും, എല്ലാം ഓർമ്മ ഉണ്ടാവും. ഞാൻ
എനിക്കിപ്പോൾ 51 വയസ്സായി. 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ പഠിച്ച ഒരു പദ്യം, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, അറിയാതെ നമ്മുടെ നാവിൻ്റെ തുമ്പിലൂടെ പുറത്തേക്ക് വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നലെ തറാവീഹ് നമസ്കരിച്ചപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാം എന്ത് പാരായണം ചെയ്തു എന്ന് ചോദിച്ചാൽ പറ്റുമോ നമുക്ക് പറയാം? അതൊക്കെ പോട്ടെ, ഇശാ നിസ്കാരത്തിൻ്റെ 4ാമത്തെ റക്അത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടി, എന്തേന് ഇമാമ് ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്ത സൂറത്തേതാ ആയത്തേതാ മറന്നിട്ടുണ്ടാവും നമ്മൾ. എന്താ കാര്യം? എന്തേ കുഞ്ചൻ നമ്പ്യാരുടെ കവിത മറക്കാത്ത നാം? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ വരികൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറന്നു? നമ്മൾ ചിന്തിക്കുക, നാം മറക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മോട് പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു വലിയ ഭവിഷ്യത്ത് വരാനുണ്ട്. അത് നിങ്ങളെ തന്നെ മറക്കുന്ന, നിങ്ങളെ അള്ളാഹു മറപ്പിക്കുന്ന ഒരു പരുവത്തിലേക്ക് നിങ്ങൾ എത്തിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാറണം. ഈ റമദാൻ അതിനു വേണ്ടിയായിരിക്കണം. അങ്ങനെ നമ്മൾ മറന്നാലോ നമ്മൾ ആരാകും? ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നാം ഫാസിഖുകളാകും. ആരാ ഫാസിഖ് എന്ന് പറഞ്ഞാൽ? തമ്മാടി അല്ലേ? അധർമ്മം ചെയ്യുന്നവൻ, അനീതി ചെയ്യുന്നവൻ പോരാ. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് എന്ന പദമെടുത്തിട്ടുള്ളത് ഫിസ്ഖ് എന്നതിൽ നിന്നാണ്. നിങ്ങൾക്കറിയോ ഫിസ്ഖ് എന്താ? ആരാണ് ഫാസിഖ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴവും അറബി ഭാഷയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇതിന് കാരണം നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. ആ ഈത്തപ്പഴം കൃഷി ചെയ്താൽ അത് പഴുത്തു വരുമ്പോൾ കർഷകർ ആ മരത്തിൻ്റെ നേരെ താഴെ വലിയ വല കെട്ടും. എന്തിനാന്ന് ചോദിച്ചാൽ, അത് പഴുത്ത് നിലത്ത് വീണാൽ പിന്നെ കൊള്ളൂല. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് പഴുത്തിങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും. എന്നിട്ട് അതിൻ്റെ മാംസഭാഗം പുറത്തേക്ക് കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാംസഭാഗം പുറത്തേക്ക് അങ്ങനെ ഒരു സ്പോഞ്ച് മാതിരി ഉണ്ടാവും ആ മാംസഭാഗം. അത് നിലത്ത് വീണാൽ എങ്ങനെ ശുദ്ധിയാക്കിയാലും ശുദ്ധിയാവില്ല. എത്ര വെള്ളത്തിൽ കഴുകിയിട്ടും അത് തിന്നാൽ കാണാൻ ഒരു ചരൽ ഇങ്ങനെ കടിക്കണം. ഇനി നിങ്ങൾ ഓതി ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആരാണ് ഫാസിഖ്? നമ്മൾ അല്ലാഹുവിനെ മറന്നാലുണ്ടാകുന്ന അനുഭവം ഈ ഈത്തപ്പഴം പോലെ നമ്മളായിത്തീരും. നിലത്ത് വീണാൽ വൃത്തിയാകാത്ത, ഒരിക്കലും ശുദ്ധിയാകാത്ത മനുഷ്യരായി നാം മാറാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറക്കാതിരിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാകട്ടെ നമ്മുടെ ബെഡ്റൂമുകളിൽ നിന്ന് ആരംഭിച്ച് അടുക്കളകളിലും തീന്മേശകളിലുമൊക്കെ അല്ലാ എന്ന ചിന്ത ഉണ്ടാകട്ടെ. ആരാ നമ്മളെ മറപ്പിച്ച് കളയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് എന്ന്. നമുക്കല്ലാഹു നൽകിയിട്ടുള്ള ദുനിയാവാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നമ്മിൽ നിന്നില്ലാതാക്കുന്നത്. ആ ഒരവസ്ഥ നമുക്കില്ലാതാകണം. അതിനു വേണ്ടിയാണ് സഹോദരന്മാരെ നാം ഈ റമദാനിൽ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ റമദാനിലെ നമ്മുടെ പുനർചിന്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അള്ളാഹുവിനെ മറക്കുന്നവരാകരുത്. നാം മറക്കാതിരുന്നാൽ മതി. അള്ളങ്ങനെ കണ്ടിന്യൂസായിട്ട് നമുക്ക് ഓർക്കാൻ പലതും തന്നുകൊണ്ടിരിക്കും. അത് സ്വന്തം കുടുംബത്തിൽ തരും, അയൽവാസിയിൽ തരും, ഇപ്പുറത്ത് തരും, അപ്പുറത്ത് തരും. നമ്മളൊന്ന് ഓർത്താൽ മതി, അല്ലാഹ് ഓർത്താൽ മതി, ഓരോർമ്മ നമുക്കുണ്ടായാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെടഞ്ഞു നടന്നിരുന്ന എൻ്റെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുബ്ഹി കഴിഞ്ഞാൽ ഒരു തസ്ബീഹ് ചൊല്ലാൻ പോലും നിൽക്കാതെ ഓടുകയായിരുന്നു. ഭയങ്കര ഓട്ടം. എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ പറയും, അല്ല ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് ഒന്ന്. പക്ഷെ അവരാരും ഇപ്പം കാണാനില്ല. അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോയതാ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ.
നമ്മളെപ്പോഴും ഓർക്കണം, ഇതൊക്കെ അള്ളാൻ്റെ തീരുമാന കൂട്ടരെ. ആകാശ ലോകങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ച ഒരു തീരുമാനത്തെ മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കൂല. അള്ളാൻ്റെ തീരുമാനം അംഗീകരിച്ചേ തീരൂ. അതാണ് അള്ളാഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സ്മരണ നമ്മുടെ മനസ്സുകളിൽ പച്ച പിടിച്ചു നിൽക്കട്ടെ, നമ്മുടെ നാവുകളിൽ പച്ച പിടിച്ചു നിൽക്കട്ടെ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കേണ്ടത് ആ അള്ളാഹ് എന്ന ചിന്തയായിരിക്കണം. ഇന്നത്തെ അവസ്ഥ എന്താ? ദുനിയാവ് നമ്മളെ മറപ്പിച്ചു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ചെറുപ്പത്തിൽ നോമ്പ് തുറക്കാൻ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ഒരു പ്ലേറ്റിൽ ഒരു കാരക്ക കുറേ കഷ്ണാക്കി മുറിച്ചിടും. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്നറിയില്ല, ഞങ്ങളെ മലപ്പുറത്തെ അവസ്ഥയെ പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ടാണ് നോമ്പിറക്കുക. ഒരു കഷ്ണമാണ് ഒരാൾക്ക് കിട്ടുക, അല്ലേ? ഇന്ന് നമ്മളിങ്ങനെ സംശയിക്കുകയാണ് ഏതെടുക്കണം. നമുക്ക് അള്ളാഹു വരുത്തിയ മാറ്റം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഏതാ എടുക്കേണ്ടത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു 10 വർഷം മുമ്പുള്ള നമ്മുടെ റമദാനിലെ നോമ്പ് തുറയും ഇന്നത്തെ നോമ്പ് തുറയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമുക്ക് മനസ്സിലാവുമല്ലോ അത് പെട്ടെന്ന്. സ്വന്തം ജീവിതത്തിൽ മതി കേട്ടോ, ആരാൻ്റെ മേശപ്പുറത്തേക്ക് ആരും നോക്കണ്ട. എനിക്കറിയാം എൻ്റെ സ്വന്തം കഥ എന്താണെന്ന്. ഇനി നിങ്ങൾ കേൾക്കണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു ദിവസം നോമ്പുകാരനായിരിക്കെ ഉത്തിയ ബി തആം, നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. മഗ്രിബായാൽ ബാങ്ക് കൊടുക്കാം, ആ നിലക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, ഖുതില മിസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. വിഭവസമൃദ്ധമായ ഭക്ഷണത്തളികയിലേക്ക് നോക്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുകയാണ്, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹം എന്നേക്കാൾ നല്ല മനുഷ്യനായിരുന്നു. വകുഫിന ബി ബുർദത്തിൻ, അദ്ദേഹത്തെ കഫൻ ചെയ്ത കഫം പുടവയെക്കുറിച്ച് പറയുന്നു. ഇൻ ഖുത്തിയ റഅ്സഹു ബദത് റിജ്ലാഹ്, അദ്ദേഹത്തിൻ്റെ തല ആ വസ്ത്രം കൊണ്ട് മൂടാൻ ഞങ്ങൾ ശ്രമിച്ചാൽ കാൽഭാഗം പുറത്താകും. കാൽഭാഗം പുറത്ത് കാണുമ്പോൾ അത് കുറച്ചിങ്ങോട്ട് വലിച്ച് കാൽഭാഗം മൂടാൻ ശ്രമിച്ചാൽ തല പുറത്താകും. ആരായിരുന്നു മിസ്അബ് എന്ന് നിങ്ങൾക്കറിയാമോ? വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ച സമ്പന്നതയുടെ നിറകുടത്തിലുണ്ടായിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ, അദ്ദേഹം വഫാത്താകുമ്പോൾ, ഷഹീദാകുമ്പോൾ, കൊല്ലപ്പെടുമ്പോഴുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ അവസ്ഥയെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരച്ചു കാട്ടുന്നത്. അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി, ഖുതില ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ ഹംസ, സയ്യിദു ശുഹദ എന്ന് വിളിക്കുന്ന ഹംസ, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പിതൃവ്യനായ ഹംസ, അദ്ദേഹം കൊല്ലപ്പെട്ടു. വഹുവ ഖൈറും മിന്നീ, ആ ഹംസ എന്നേക്കാൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രണ്ടാം തലമുറയുടെ ചരിത്രം പറയുന്നു. സുമ്മ ബുസിത ലനാ മിനദ് ദുനിയാ മാ ബുസിത്, പിന്നീട് ഞങ്ങൾക്ക്, സഹാബികൾക്കാണ് കേട്ടോ, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിശാലതകൾ നൽകപ്പെട്ടു, സൗകര്യങ്ങൾ നൽകപ്പെട്ടു. വലഖദ് ഖശീനാ അൻ തകൂന അജ്ജലത് ലനാ ഹസനാതുനാ, സഹാബികളായ ഞങ്ങൾ പേടിച്ചു പോയത്, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം ഇവിടെ തന്നെ നീ തന്നു തീർക്കുകയാണോ, ധൃതിയിൽ ഞങ്ങൾക്ക് തരികയാണോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി, ചോദിച്ചു പോയ രംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സുമ്മ ജഅല യബ്കി ഹത്താ തറക തആം, എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആ ഭക്ഷണത്തളികയുടെ മുമ്പിലിരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണമേശയ്ക്ക് മുമ്പിലിരിക്കുന്ന സമയത്ത് ഈ കഥ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകുമോ? നമുക്ക് മാറാൻ സാധിക്കും. ഈ കഥ നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമോ?
നമുക്ക് സാധിക്കുമോ? സാധിക്കണം. നമുക്ക് സുഭിക്ഷതയുടെ നിറവിൽ നാം വിസ്മരിച്ചു പോകുന്നു. നമ്മൾ അറിയണം, ലോകത്ത് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ദാഹം തീർക്കാമെന്ന് വിചാരിക്കുന്ന 3 മില്യൺ മുസ്ലിം കുട്ടികളുണ്ട്. അറിയുമെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം, 3 മില്യൺ മുസ്ലിം കുട്ടികൾ. ഞാൻ റസൂലിൻ്റെ ഭാഷയിലുള്ള മുസ്ലിം അല്ല ഞാൻ പറഞ്ഞത്. ഏത്? പറന്നു വീഴുന്നതൊക്കെ മുസ്ലിം കുട്ടികളാണല്ലോ, ആ ഭാഷയിലല്ല. മുസ്ലിം രാജ്യത്ത്, മുസ്ലിം രാജ്യങ്ങളിൽ, ആഫ്രിക്കയുടെ പല പ്രദേശങ്ങളിലും നമ്മളൊക്കെ ഗ്ലാസിൻ്റെ അവസാനം ഒഴിവാക്കുന്ന ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ. അറിയണം, നാം നമ്മുടെ സംസ്കാരമാകരുത് അത് ബാക്കിയാക്കുമ്പോ സ്വന്തം കുഞ്ഞിനോടൊരു കഥ പറഞ്ഞു കൊടുക്കണം. മോനെ, എത്യോപ്യയിലെ നിന്റെ കൊച്ചു സഹോദരികൾ ഈ ഒരിറ്റ് വെള്ളം കിട്ടിയാൽ ദാഹം തീർക്കാമായിരുന്നു, ജീവൻ നിലനിർത്താമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ അറിയണം, ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ്, എൻ്റെ കണക്കല്ല. നമ്മളറിയണം നമ്മൾ എന്തൊരു മാത്രം സുഭിക്ഷതയിലാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ ദുനിയാവാണ് എന്നെയും നിങ്ങളെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങനെ, ഈ റമദാനിൽ നമുക്ക് മാറ്റമുണ്ടാകണം. ഈ ദുനിയാവ് ഇനി നമ്മളെ പറ്റിക്കാൻ പാടില്ല. അള്ളാഹു നമ്മളോട് പച്ചയായി പറഞ്ഞതല്ലേ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം ഞാനാണ് നിങ്ങൾക്ക് മനോഹരമാക്കിയത് അല്ലേ? അള്ളാഹ് മനോഹരമാക്കിയതാ. ആ മനോഹരമാക്കിയ ദുനിയാവിലെ ജീവിതത്തിൻ്റെ മഞ്ഞളിപ്പ് കണ്ട്, പച്ചപ്പ് കണ്ട്, ചൊറുക്ക് കണ്ട് നിങ്ങളാരും വഞ്ചിതരാകരുത് കേട്ടോ. ആയിപ്പോകരുത്. നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എല്ലാ സമയങ്ങളിലും, ദുനിയാവിൻ്റെ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ദുനിയാവിൻ്റെ മുസീബത്ത് ദുനിയാവിലെ മുസീബത്തല്ല, ദുനിയാവിൻ്റെ മുസീബത്ത് നമ്മൾ ആഗ്രഹിക്കണം. അതിന് സഹോദരന്മാർ, ഇത് ഭയങ്കര സാധന. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ രൂപത്തിൽ വരും നമ്മുടെ മുമ്പിലേക്ക് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? മനുഷ്യൻ്റെ മനസ്സിന് ഇഷ്ടം നൽകുന്ന, ആഗ്രഹം നൽകുന്ന, ഇച്ഛകളെ ഹരം പിടിപ്പിക്കുന്ന, വികാരങ്ങളെ തീ പിടിപ്പിക്കുന്ന, അല്ലേ? ഇപ്പോഴാണെങ്കിൽ സൗകര്യങ്ങൾ കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൗകര്യങ്ങൾ കൂടി. എനിക്കെൻ്റെ ബെഡ്റൂമിൻ്റെ മൂലയിൽ ഒറ്റയ്ക്കിരുന്ന് ലോകത്തെവിടെ നടക്കുന്ന എന്ത് തോന്നിയാസവും അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള സൗകര്യം അല്ലാഹു തആല ഒരുക്കി തന്നത് സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ പറ്റുമോ എന്ന് പരിശോധിക്കാനാണ്. എല്ലാവരും അത് വിചാരിച്ചോ? വേറൊന്നിനുമല്ല. ടെക്നോളജിയുടെ വികാസം ഇവിടെ സയൻറ്റിസ്റ്റുകൾ വർദ്ധിച്ചത് കൊണ്ടുണ്ടായതല്ല, പഠനം ശക്തമായത് കൊണ്ടുണ്ടായതല്ല. ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ട്, ഈ സംവിധാനങ്ങളൊക്കെ. അള്ളാഹു നമുക്കിത് കാട്ടിത്തരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് സ്വർഗത്തിൻ്റെ ഉടമകളാകാൻ നമുക്കാകുമോ എന്ന ശക്തമായ പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെയൊക്കെ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ ഒരു ദിവസമെങ്കിലും സ്വന്തം ജീവിതത്തെ വിലയിരുത്തി ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മക്കളോട്. ഇപ്പോഴുള്ള നമ്മളെ കുട്ടികൾ ന്യൂ ജനറേഷനിലെ എന്തൊരു സുഖത്തിലാവൂല്. ചോദിച്ചതൊക്കെ കിട്ടിയിട്ടില്ലേ അവർക്ക്? നിങ്ങൾ ന്യൂ ജനറേഷൻ്റെ മുമ്പിലിരുത്തിയിട്ട് ആ ഇഫ്താറിൻ്റെ സുഭിക്ഷമായ സദ്യക്ക് മുമ്പിലിരുന്നൊരു വാചകം പറയും. നിങ്ങൾക്കറിയോ മക്കളെ, ഉപ്പയുടെ അവസ്ഥ എന്തായിരുന്നു? പറഞ്ഞു കൊടുക്ക്. നിങ്ങളെ വല്ലിപ്പൻ്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയോ? നിങ്ങളെ വല്യമ്മ ജീവിച്ചത് എങ്ങനെയെന്നറിയോ? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ. അത് ജീവിതത്തിൽ സ്വാധീനിക്കും, അത് പരിവർത്തനമുണ്ടാക്കും. അല്ലാതെ ഇനി കുട്ടികളെ നിങ്ങൾക്ക് കിട്ടൂല. അതാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. സംസാരങ്ങൾ നടക്കണം. കഴിഞ്ഞതൊന്നും നമ്മൾ വിസ്മരിച്ചു പോകരുത്. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എത്രയാണ് നമ്മളൊക്കെ തരണം ചെയ്തത്, അത് സ്വന്തം മക്കളിലേക്ക് പറിച്ചു നടുക. അങ്ങനെ ദുനിയാവിൻ്റെ പളപളപ്പിൽ നിന്ന് ഈ കുട്ടികളെ മോചിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാലാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ. എന്താണ് ഭയപ്പാട്? ലോകം അവസാനിക്കുമെന്ന ഭയമല്ല, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തീർന്നു പോകുമെന്ന ഭയമല്ല, ജീവിതത്തിലെ ഈ സുഖങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നിന്നു പോകുമെന്ന ഭയമല്ല.
നമുക്കുണ്ടാകേണ്ട ഏറ്റവും ശക്തിയുള്ള ഭയം സഹോദരങ്ങളെ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെക്കുറിച്ചായിരിക്കണം. റമദാനിൽ പരിപൂർണമായി ചിന്തിക്കേണ്ട കടുപ്പമുള്ള ഒരു പാഠം, എനിക്ക് നിങ്ങളോട് പറയാനുള്ള 5ാമത്തെ പാഠം അതാണ്. എന്തിനാണ് റമദാൻ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്തിനാ എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറി വരുന്നത്? എന്തിനാ? വളരെ ലളിതമാണ് ഉത്തരം. നമ്മളെ കുളിപ്പിക്കാനാണ്, ശുദ്ധിയാക്കാനാണ്, സംസ്കരിക്കാനാണ്. നമ്മളെ കുളിപ്പിക്കുകയാണല്ലോ റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലതരം അഴുക്കുകളാണ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും ഒക്കെ അഴുക്കായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെയും നിങ്ങളുടെയും നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള ഈ മനോഹരമായ വസ്ത്രം ഉരിഞ്ഞ ഒരു നഗ്നമായ ജീവിതം എനിക്കും നിങ്ങൾക്കുമില്ലേ? പച്ചയായ ജീവിതം ഇതൊക്കെ നമ്മൾ മറച്ചു വെച്ചൊക്കെയാണ് ഈ വസ്ത്രം കൊണ്ട്, അല്ലേ? പച്ചയായ ഒരു ജീവിതം എനിക്കും എൻ്റെ മനസ്സിനുമിടയിൽ മറയില്ലാത്ത ഒരവസ്ഥ ഇന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ ഓർക്കുക, ഈ മനസ്സിൻ്റെയും എൻ്റെയും ഇടയിൽ മറയുണ്ടാകുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അതിനു മുമ്പ് നാം ചിന്തിക്കണം. ഇപ്പം മറല്ല. എനിക്കറിയാം എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്, എൻ്റെ ന്യൂനതകൾ, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അബദ്ധങ്ങൾ വന്നു. ആരോടും നിങ്ങൾ പറയണ്ട, ഒരൊറ്റ ആളോടെ പറയേണ്ടതുള്ളൂ. ഒരൊറ്റ ആളോട്. സ്വന്തം ഭാര്യയോട് പറയണ്ട, ഭർത്താവിനോട് പറയണ്ട, ഉപ്പയോടും ഉമ്മയോടും പറയണ്ട. ഒരൊറ്റ ആളോടെ പറയേണ്ടതുള്ളൂ. അതാരോടാ നിങ്ങൾക്കറിയാലോ? അതായിരിക്കണം റമദാനിൻ്റെ ഏറ്റവും വലിയ വികാരം സഹോദരങ്ങളെ. നമ്മളതിന് പല പേരോടും എന്ത് പേരിട്ടാലും ശരി. നമ്മൾ സാധാരണ പറയും തൗബയുടെ മാസമാണ് റമദാൻ. എന്താ സഹോദരങ്ങളെ തൗബ? എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഉറക്കെ ഒരാൾ പ്രാർത്ഥിക്കേണ്ട, എല്ലാവരും കൂടി ആമീൻ ചെല്ലുക. ഓ തൗബൻ്റെ ദുആയി ഖലാസ്. ഇതാണോ തൗബ? തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം മടക്കം എന്നാണ്. താപ എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. മടങ്ങി എന്നാണ്. മടങ്ങലാണ് തൗബ. എന്തിൽ നിന്ന് മടങ്ങണം? നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഗതി മാറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മടങ്ങണം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ചെന്നു, കോയമ്പത്തൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിനിൽ കയറി. ട്രെയിൻ അങ്ങനെ പോയി പട്ടാമ്പി എത്തുന്ന സമയത്ത് TTR വന്നു ഇങ്ങനെ ടിക്കറ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. നിങ്ങൾ പോകേണ്ടത് കോയമ്പത്തൂരിലേക്കല്ലേ? നിങ്ങളിവിടെ ഇറങ്ങി ഈ സ്റ്റേഷനിൽ, എന്നിട്ട് അടുത്ത വണ്ടിയിൽ പോയിക്കോ കോയമ്പത്തൂരിലെത്താൻ. നമ്മൾ എന്ത് ചെയ്യും? ബേജാറാവൂലേ? പ്രയാസപ്പെടും, ബേജാറാവും. പെട്ടെന്ന് തത്രപ്പിടിച്ച് ബാഗുമെടുത്ത് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് തൊട്ടടുത്ത ട്രെയിനിൽ കയറി കോയമ്പത്തൂരിലേക്ക് പോകും. ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണോ? നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗത്തിലേക്കുള്ള ഡയറക്ഷനിലേക്കാണ് നമ്മളൊക്കെ പോകേണ്ടത്. എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിവരം കൂടി എല്ലാവർക്കും ഉണ്ട്. അതെന്താ? പോകുന്നത് നരകത്തിലേക്കുള്ള ഡയറക്ഷനിലാണ്. മാറ്റാൻ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ TTRന്റെ വാക്ക് കേൾക്കുന്ന ആ ഒരു പ്രാധാന്യം പോലും റബ്ബിന്റെ വാക്കിന് നൽകാതെ പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ പറയാം, ഞാൻ ഇതിലെന്നെ കോയമ്പത്തൂർക്ക് പോവും. കോഴിക്കോട്ടേക്കുള്ള വണ്ടിയിൽ ഇരുന്നിട്ട് ഇതിലെന്നെ കോയമ്പത്തൂർക്ക് പോകുന്നപ്പോൾ നമ്മൾ പറയണത്. മടക്കം വേണം. ഇതായിരിക്കണം നാം. ഈ മടക്കമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഈ മടക്കമാണ് റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ മടക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിമനോഹരമായ രീതിയിൽ. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ തെറ്റുകൾ എവിടെയാണ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത്. എന്തുമാത്രം ഭാരമാണ് നമ്മുടെ ശിരസ്സിന് ഈ തെറ്റുകൾ നൽകുന്നത് എന്ന്. ഖുർആൻ അതിനെ ഭാരം എന്നാണ് വിളിച്ചത്. ഞാൻ ഓതിവെച്ച സൂറത്ത് ഫാത്തിറിലെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 18-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു, വലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റാ. ഒരാളും മറ്റൊരാളുടെ ഭാരവും പേറുകയില്ല. ഭാരമാണ് പാപം, വല്ലാത്തൊരു ഭാരമാണ്. നമ്മളിത് താഴെ വെക്കണം. ഈ ഭാരം ഇറക്കി വെക്കാനുള്ള അവസരമാണ് തൗബ.
അള്ളാഹു നമുക്ക് അതിനാണ് നേരത്തെ തന്നെ സൂചന നൽകുന്നത്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. എൻ്റെ ഭാരം ആര് പേറും? ആരാ പേറുക? എൻ്റെ ത്വരീഖത്തിൻ്റെ ശൈഖ് പേറോ? എൻ്റെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പേറോ എൻ്റെ ഭാരം? നമ്മളൊക്കെ ധാരണ അതാണല്ലോ. എനിക്ക് റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടും, അതോടുകൂടി ഞാൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശൈഖിൻ്റെ ശഫാഅത്ത് കിട്ടും, അതോടുകൂടി ഞാൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അംഗത്വമെടുത്ത സംഘടനയുടെ പ്രസിഡന്റ് എനിക്ക് ശഫാഅത്ത് പറയും, ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ഉണ്ടോ? വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, തെറ്റുകളാണെന്ന് മനസ്സിലായിട്ടും മാറാൻ ശ്രമിക്കാത്തവരെ അറിയുക, ഒരാളും മറ്റൊരാളുടെ ഭാരം പേറുകയില്ല. വഇൻ തദഉ മുസ്ഖലതുൻ ഇലാ ഹിംലിഹാ. ഒരാൾ ഈ പാപമാകുന്ന തന്റെ ഭാരം ഒന്ന് താങ്ങിപ്പിടിക്കുവാൻ, ഈ ചുമടൊന്ന് താങ്ങാൻ, വഇൻ തദഉ മുസ്ഖലതുൻ ഇലാ ഹിംലിഹാ, ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചാൽ, വിളിച്ചാൽ കിട്ടൂല കേട്ടോ, കിട്ടൂല. ആരും വരൂല. ആരും വിചാരിക്കണ്ട ഞാൻ അത് ചൊല്ലിയതാണ്, ഞാൻ ഈ മാല ചൊല്ലിയതാണ്, ഈ ബെയ്ത്ത് ചൊല്ലിയതാണ്, എന്നെ ഇന്റെ ശൈഖ് വന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആരും വിചാരിക്കരുത്. മഹാനായ നബി തങ്ങൾ മഹ്ശറ മുറ്റത്ത് നടക്കുന്ന ചിത്രം മഹാനായ നബി തങ്ങൾ സഹാബത്തിന് വരച്ചു കാണിക്കുന്നത് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. എന്തൊരു രസമാണെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആരും പേറൂല. ഒരു പൊന്നുമോൻ്റെ കഥ റസൂല് പറയുന്നുണ്ട്. ആ പൊന്നുമോൻ്റെ ഉപ്പയടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. മഹ്ശറയിലാണ്. ഓടിച്ചെന്നിട്ട് ഉപ്പനോട് ചോദിക്കുന്നത്, എൻ്റെ പൊന്നുപ്പ, നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ഉപ്പയല്ലേ? ഞാൻ ചോദിച്ചതൊക്കെ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അസ്അലുക യാ അബതി ബിസ്മി ഉബുവതി. എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ എൻ്റെ പൊന്നുപ്പ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹസനത്തൻ, തരുമോ നിങ്ങൾ ഒരു നന്മ? എൻ്റെ തുലാസ് ഇങ്ങനെ നിൽക്കണേ. നിങ്ങളൊരു നന്മ തന്നാൽ തുസഖിലു മീസാനി, എൻ്റെ തുലാസ് കനം തൂങ്ങും, ഞാൻ രക്ഷപ്പെടും. കിട്ടുമോ? എല്ലാ കുട്ടികളും കേട്ടോ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കുട്ടികളും കേട്ടോ, ഈ പൊന്നുപ്പാൻ്റെ സ്നേഹം ഇവിടെ വെച്ച് തീരും. തരൂല ഉപ്പ, തിരിഞ്ഞു നോക്കൂല ഉപ്പ. അടുത്ത ചിത്രം കേൾക്കണം. പൊന്നുപ്പയേക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. ഉപ്പ എന്തു തന്നെ പറഞ്ഞാലും ആക്ഷേപിച്ചാലും സ്നേഹത്തോടെ തലോടി അതിനെയൊക്കെ എളുപ്പമാക്കി തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയുടെ കരവലയത്തിലേക്ക് മഹ്ശറ നാളിൽ ചെല്ലുന്ന ഒരു കുട്ടിയുടെ കഥ കേൾക്കണം നിങ്ങൾ. ഉമ്മയുടെ അടുത്ത് ചെന്ന് ഈ കുഞ്ഞ് കെഞ്ചും, എൻ്റെ പൊന്നുമ്മ പ്ലീസ് തരുമോ? കിട്ടോ? وَإِن تَدْعُ مُثْقَلَةٌ إِلَى حِمْلِهَا لَا يُحْمَلْ مِنْهُ شَيْءٌ. കേൾക്കണം, ലാ യുഹ്മൽ മിൻഹു ഷൈ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹിൻ്റെ അടുത്ത വാചകം അടിവരയിട്ട് നിങ്ങൾ കേട്ടോ, വലൗ കാന ദാ ഖുർബാ, വലൗ കാന ദാ ഖുർബാ. അവൻ നിങ്ങളുടെ എത്ര അടുത്തവനായാൽ പോലും എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും എൻ്റെ കൂടെ ഉണ്ടാകും, എൻ്റെ എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ സ്വന്തമാണ്. സ്വന്തം 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 ഏതുവരെ ഉണ്ടാവും? കിട്ടൂല ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാഠം നമ്മുടെ തെറ്റുകളിൽ നിന്ന് മോചിതമാകാനുള്ള ശക്തമായ മനസ്സായിരിക്കണം. ശ്രദ്ധിക്കുക, ശ്രമിക്കുക. നമ്മളിപ്പോഴല്ലാതെ ഇനി എപ്പോഴാ? ഇത് അവസരമാണ്. അള്ളാഹു നമ്മളെ കുളിപ്പിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെല്ലാൻ. നമ്മൾ ഇങ്ങനെ ചെല്ലുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് കുളിപ്പിക്കുകയാണ്. കുറച്ചൊക്കെ ക്ഷീണം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. മണിക്കൂർ കുറച്ച് കൂടുതലുണ്ടല്ലോ കൊല്ലത്തെ റമദാൻ, കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ല ഒരു കഥ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ കഥ. ആ കുടുംബത്തിലൊരു ചെറിയ കുട്ടിയുണ്ട്, മുട്ടുകുത്തി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ ആ കുട്ടിയുടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഈ ഉപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ
ഈ കുട്ടി ഇങ്ങനെ നിലത്ത് പൊടിയും ചളിയും കരിയൊക്കെ ആയി ഇങ്ങനെ നടക്കുക. ഇയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിച്ചു, അല്ലടോ, നിനക്കറിയില്ലേ ഞാൻ ഈ സമയത്ത് വരും, ഈ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിക്കൂടെ? എനിക്കതിനെ ഒന്ന് എൻ്റെ മടിയിലെടുത്ത് വെക്കാൻ, എനിക്കൊന്ന് ഉമ്മ വെക്കാൻ, എനിക്കൊന്ന് സ്നേഹിക്കാൻ. പിറ്റേ ദിവസം ഇയാൾ വരുന്ന സമയമാകുമ്പോഴേക്ക് ഈ ഉമ്മ കുട്ടിയെ പിടിച്ചു വച്ചു. എന്നിട്ട് ആ കുട്ടിയെ കുളിപ്പിച്ചു. ആ കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടി ആർത്തട്ടഹസിച്ച് കരയുകയാണ്. പക്ഷെ ഉമ്മ വിടൂല, പിടിച്ചു വെച്ച് കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് വൃത്തിയാക്കി പൗഡറിട്ട് അത്തർ പൂശി നല്ല വസ്ത്രം ധരിപ്പിച്ച് മനോഹരമായി ഭർത്താവ് വരുമ്പോൾ ഈ കുഞ്ഞിനെങ്ങനെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. എന്തൊരു സന്തോഷമാണ് ആ ഭർത്താവിനുണ്ടായത്. ഇത്രേ അല്ലാഹ് ചെയ്യണുള്ളൂ. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് ഉപമ പറയുകയല്ല, മറിച്ച് ഇത്രേ അല്ലാഹ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉയർപ്പോ ബുദ്ധിമുട്ടോ ക്ഷീണമോ അധ്വാനമോ രോഗമോ വേദനയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഈ പൊന്നുമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞി കരഞ്ഞാലും ഉമ്മ കുളി നിർത്താത്തതുപോലെ കുറച്ചൊക്കെ നമ്മൾ കരഞ്ഞാലും അള്ളാഹു നിർത്തൂല. കാരണം അള്ളാഹുവിന് നമ്മളെ കാണാൻ ഇഷ്ടം അങ്ങനെയാണ്, വൃത്തിയായിട്ട്. എന്തിൽ നിന്നാണ് വൃത്തിയാണ്ട്? തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ വൃത്തിയാകണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതിനാണ് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എവിടേക്കാണ് പോകാനുള്ളത്? അള്ളാഹിൻ്റെ അടുത്തേക്കല്ലാതെ നമ്മൾ എങ്ങോട്ടാണ് പോവുക? നമുക്ക് പോകാൻ വേറെ സ്ഥലമുണ്ടോ? പലർക്കും പല സ്ഥലമുണ്ടല്ലോ പോകാൻ, അല്ലേ? തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് പല സ്ഥലത്തും പോയി പലതരത്തിലുള്ള കുളികളും കളികളും നടത്തുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആര് പുറത്തു തരും? നമ്മൾക്ക് ആരിലും പ്രതീക്ഷയില്ല. കാരണം അർഹമുർറഹീമീനായ മലിക്കുൽ ജബ്ബാറായ സ്നേഹത്തിന്റെ നിറകുടമായ റഹീമായ വദൂദായ മഹാനായ റബ്ബ് നമ്മളോട് പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നമ്മളോടാ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശ വരരുത്, ആശ വേണം. എന്ത് ചെയ്തോനും, വ്യഭിചരിച്ചവനും കള്ളുകുടിച്ചവനും പലിശ വാങ്ങിയവനും എന്ത് തോന്നിയാസം ചെയ്തവനും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരിക. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്താണ് ആ വാക്കറിയങ്ങൾ? ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹ് ആവശ്യപ്പെടാം നമ്മളോട്. എന്നിട്ട് പറയുന്ന വാചകം എന്താ? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ. എന്നിട്ട് പറയുന്നത് ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്, എൻ്റെ റബ്ബ് സ്നേഹമുള്ളവനാണ്. വദൂദ്, അങ്ങനത്തെ സ്നേഹം വേറല്ല, കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്. സഹോദരന്മാരെ, ആ റബ്ബിലേക്ക് മടങ്ങുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലൊരു കഥ പറയുന്നുണ്ട്. ഞാൻ ഈ കഥ പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇടയ്ക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടാവും, കേട്ടാലും ക്ഷീണം ഉണ്ടാവും. അതാണ്, അതുകൊണ്ടൊരു ചെറിയ ആശ്വാസമായിക്കോട്ടെ എന്ന് വെച്ചൊരു കഥ പറയും. അദ്ദേഹം പറയുന്നത്, ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം, കുറേ വീടുകളുണ്ട്. ഒരു വീടിൻ്റെ ഒരു രാത്രി വളരെ വൈകിയ ഒരു സമയത്ത് ഒരു വീടിൻ്റെ വാതിലിങ്ങനെ തുറന്നു. എന്നിട്ട് അവിടുന്ന് ഒരു കുട്ടി പുറത്തേക്ക് വന്നു. അദ്ദേഹം ഇങ്ങനെ കാണുക, പുറത്ത് നിന്നിട്ട് ആ കാഴ്ച കാണുന്ന മാതിരിയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഈ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് വാതിൽക്കൽ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് മുഴുവൻ തെറികളാണ്, മോശമായ വാക്കുകളാണ്. കുറേ പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവൻ ഓടുകയാണ്, ഈ വീട് വിട്ടവൻ ഓടുകയാണ്. ഓടി 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 ഒരുപാട് അകലെ എത്തി. രാത്രി പാതിരാവ് കഴിഞ്ഞു. ആ സമയത്താണ് ഇവൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നത്, അല്ല ഞാൻ എങ്ങോട്ടാ പോണേ? ഈ ആ ചെറിയ കുട്ടി അത് അവിടെ ഇരിക്കണം ആ കസേരയിൽ, എങ്ങോട്ടാ പോകാണ്ടാവും അവന്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എങ്ങോട്ട് പോകാണ്ടാവും? അവനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എങ്ങോട്ട് പോവും? എനിക്കാരും ഇല്ലല്ലോ, ആരും എന്നെ സഹായിക്കാനില്ല, ഞാൻ എന്ത് ചെയ്യും?
ചിന്തിച്ച് ചിന്തിച്ച് അന്തം കിട്ടാതെ ഈ കുഞ്ഞു മോൻ തിരിച്ചു നടക്കുക. നടന്ന് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി. വീട്ടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ വാതിലടച്ചിട്ടുണ്ട്. വാതിൽ കൊട്ടി അടച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? രാത്രി വളരെ വൈകിയിട്ടുണ്ട്. അവൻ്റെ കൈ തലയണയാക്കി ആ ഉമ്മരപ്പടിയിൽ കിടന്നു. ചളിയിലാണ്, മണ്ണിലാണ്, ഉറങ്ങിപ്പോയി. കാലത്ത് ഈ കുട്ടിയുടെ ഉമ്മ, അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്ത്രീരൂപം, അത് വന്ന് വാതിൽ തുറന്നു. മകനെയും തിരഞ്ഞിറങ്ങുകയാണ്. എവിടെയാണ് ഉണ്ടാകുക എന്ന് വിചാരിച്ച് തിരഞ്ഞിറങ്ങുമ്പോൾ കാല് വെച്ചത് മോൻ്റെ മേൽക്കാ. ഈ കാഴ്ച ഈ ഉമ്മയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അതുവരെ നല്ല ബെഡിൽ കിടന്ന, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സുഖമായി കിടന്നുറങ്ങിയ തൻ്റെ പൊന്നുമോൻ ഇതാ ചളിയിൽ കുളിച്ച് മണലൊക്കെ പുരണ്ട് വൃത്തിഹീനമായ രീതിയിൽ കിടക്കുന്നു. ഈ ഉമ്മാക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ആ ഉമ്മ ആ കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ട് മാറോട് അണക്കിപ്പിടിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ, നിനക്ക് ആരാ ഉള്ളത് ഞാനല്ലാതെ? നിനക്ക് ഇങ്ങോട്ടാ പോകുക? നിനക്ക് ആരുണ്ട് ഞാനല്ലാതെ? ഇനി വായിക്ക്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. നമ്മൾ എങ്ങോട്ട് പോകും സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമോ? നമ്മളെ അള്ളാഹു പിടിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. വഇദാ ബതശ്തും ബതശ്തും ജബ്ബാരീൻ ഫത്തഖുല്ലാഹ വഅതീഊൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു അഹങ്കാരത്തോടെ, മാറാൻ സാധിക്കാത്ത അഹങ്കാരത്തോടെയാണ് നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ പിടിക്കുക സ്വച്ഛാധിപതികളായിട്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫത്തഖുല്ലാഹ വഅതീഊൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രവാചകന്റെ കൽപ്പനയാണ്. എന്നെ അനുസരിക്കുക, റസൂലിനെ. സഹോദരന്മാരെ, ഓർക്കണം, ഈ കുഞ്ഞിനോട് ഉമ്മ ചോദിച്ച ചോദ്യം അള്ളാഹു നമ്മളോട് ചോദിക്കുന്നില്ലേ? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാറാൻ നാം ശ്രമിക്കണം. 2 ബന്ധങ്ങൾ സഹോദരങ്ങളെ ശരിയാകണം ഈ റമദാനിൽ. അതാണ് 6ാമത്തെ പാഠം. 2 ബന്ധങ്ങൾ. അതിലൊന്നാമത്തേത് മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. ഈ തഖ്വ എന്ന് പറഞ്ഞ സാധനത്തിനാണല്ലോ നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ. എന്താ തഖ്വ? ഈ തഖ്വയെക്കുറിച്ച് പറഞ്ഞ സ്ഥലമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതിന് പള്ളിയായിട്ടല്ല ബന്ധം. എൻ്റെ താടിയല്ല കൂട്ടരെ തഖ്വ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഷർട്ടിൻ്റെ വലിപ്പമല്ല തഖ്വ. എൻ്റെ തലപ്പാവോ തൊപ്പിയോ അല്ല തഖ്വ. അതൊന്നുമല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാമത്തേത് സാമൂഹ്യ കാര്യങ്ങളാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ, ജീവിതത്തിലാണ് തഖ്വ ഉണ്ടാകേണ്ടത്. ദൈനംദിന ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ വാക്കെന്താ? ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനിക്കും. ഫത്തഖുല്ലാഹ്. അടുത്ത വാദെന്താ? നിങ്ങൾ തഖ്വയുള്ളവരാകണം. അടുത്ത വാചകം വഅസ്ലിഹൂ ദാത ബൈനിക്കും. നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം. മനുഷ്യരെ അറിയുക, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളായിട്ടാണ്. നാം ഓർക്കണം സഹോദരങ്ങളെ, നമുക്കൊരിക്കലും വാശിക്ക് സ്ഥാനമില്ല, വക്കാണത്തിന് സ്ഥാനമില്ല, ഭിന്നിപ്പിന് സ്ഥാനമില്ല, ഛിദ്രതയ്ക്ക് സ്ഥാനമില്ല. അത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. ഉപ്പയെ കാണാത്തവർ, ഉമ്മയെ കാണാത്തവർ, എളാപ്പയെ അറിയാത്തവർ, അമ്മാവന്മാരെ പറ്റി ചിന്തിക്കാത്തവർ മാറണം. നമുക്ക് പറ്റില്ല ഇത്. അസ്ലിഹൂ ദാത ബൈനിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്. ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നാം വൃത്തികേടായില്ലേ? എന്നിട്ട് നമ്മൾ ആ റമദാനിലെ തഖ്വയും ചോദിച്ചു നടക്കണേ? വൃത്തികേടല്ലേ നമ്മൾ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വൃത്തികേടാ. ഓരോ റമദാൻ കഴിയും തോറും കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പുതിയ പുതിയ ഭിന്നിപ്പുകളും പുതിയ പുതിയ ഗ്രൂപ്പുകളും ഉടലെടുത്ത് ആരെയും നാണിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങാടികളിൽ പരസ്പരം ചെളിവാരി എറിയുന്ന നീചമായ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയില്ലേ?
നമ്മളോട് അല്ല പറയുന്നത് ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനിക്കും. ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് മിഡിൽ ഈസ്റ്റിലേക്കാണ് തെരഞ്ഞു നോക്ക്. അല്ല എന്താ ചെയ്തത്? അത് ഇവിടെയും സംഭവിക്കും. പച്ചയായി അല്ല പറഞ്ഞാൽ നിങ്ങളെ കാറ്റ് പോകുന്ന അള്ളാൻ്റെ ഭാഷ. കാറ്റ് പോകും, അള്ളാൻ്റെ ഭാഷയാണ്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും. തിരിഞ്ഞു നോക്ക്, സമ്പന്നതയുടെ നിറത്തൊട്ടിൽ ജീവിച്ച ലിബിയയുടെ അവസ്ഥ എന്ത്? ഇറാഖിന്റെ അവസ്ഥ എന്ത്? സിറിയയുടെ അവസ്ഥ എന്ത്? നമ്മൾ പാഠം പഠിക്കണം. എന്താ സംഭവിച്ചതെന്ന്. ആരായിരുന്നു ലിബിയ? ആരായിരുന്നു ഇറാഖ്? ആരായിരുന്നു സിറിയ? അല്ലേ? ഈ 3 രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമ്മൾ അറിയണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഫലസ്തീനും നമ്മുടെ ബൈത്തുൽ മുഖദ്ദസുമൊക്കെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ജൂതനാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നമ്മളാണ് ഉത്തരവാദി. നമുക്ക് സംഭവിച്ച ഒരു അപജയമുണ്ട്. ആ അപജയത്തിൽ നിന്ന് നാം ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഫത്തഖുല്ലാഹ് വഅസ്ലിഹൂ ദാത ബൈനിക്കും. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാത്ത എന്ത് വിഷയമാണ് നിങ്ങൾക്കുള്ളത്? പറയണം. പറ്റുമോ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഭിന്നിച്ചു നിൽക്കാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ റബ്ബ് ഒന്നാണ്, അല്ലേ? ഖിബല ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, കലിമ ഒന്നാണ്, റസൂൽ ഒന്നാണ്, ദീൻ ഒന്നാണ്. എന്താ വ്യത്യാസം? ഒന്ന് പറഞ്ഞതാ. എവിടെയാണ് വ്യത്യാസം? നമുക്കൊന്ന് ഇരുന്ന് നോക്കിക്കൂടെ? എത്ര കാലമാണ് സഹോദരന്മാരെ നമ്മൾ ഇങ്ങനെ ചീഞ്ഞ് നാറുക? നമ്മൾ അറിയണം സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും പ്രബലമായ ശക്തിയായി സ്പെയിനിൽ വിരാജിച്ച മുസ്ലിം സമൂഹത്തിൻ്റെ കഥ നമ്മുടെ മനസ്സിലില്ലേ? രാഷ്ട്രീയം പറയുകയല്ല ഞാനൊരു സത്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തഖ്വ വേണോ? ഇസ്ലാഹ് വേണം. അല്ലെങ്കിൽ തഖ്വ ഉണ്ടാവില്ല. അല്ലാഹു അക്ബർ എന്ന് 2 റക്അത്ത് നിസ്കരിച്ചാന്ന് വിചാരിച്ച് തക്ബീർ കെട്ടിയാൽ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ഭാര്യയോടുള്ള പക, ഭർത്താവിനോടുള്ള ദേഷ്യം, അമ്മാവനോടുള്ള വെറുപ്പ്, ഇപ്പുറത്തെ അയൽവാസിയോടുള്ള വെറുപ്പ്, പള്ളിയിലെ പ്രസിഡന്റിനോടുള്ള വിരോധം, മറ്റേ അപ്പുറത്തുള്ള ആളോട് വിരോധം. ശരിയാവും നമ്മളെ നമസ്കാരം? ഇസ്ലാഹ് വേണം. ആ ഇസ്ലാഹിന്റെ ചരിത്രം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് മുഹമ്മദിനെ പടച്ച റബ്ബ് പഠിപ്പിച്ചത് പ്രവാചകന്മാർക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഖലീഫത്തു റസൂലില്ലാഹ് അബൂബക്കർ സിദ്ദീഖ്. കഥ ഞാൻ പറയണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അബൂബക്കർ സിദ്ദീഖിൻ്റെ പൊന്നാര മകൾ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവരെക്കുറിച്ച് മദീനയിലെ തെരുവിലൊരു തോന്നിയാസം പരന്നു. ചില്ലറ തോന്നിയാസമല്ല. അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഏതോ ഒരു പുരുഷൻ്റെ കൂടെ വ്യഭിചാരം ചെയ്തു എന്ന ഒരു ശക്തമായ ആരോപണം. സഹിക്കാൻ പറ്റുമോ? ഏത് ഉപ്പയാണ് സഹിക്കുക? ഏത് ഭർത്താവാണ് സഹിക്കുക? സ്വാഭാവികമായി അബൂബക്കർ സിദ്ദീഖ് എന്ന മനുഷ്യൻ്റെ ഉപ്പാഹൃദയമുണ്ടല്ലോ, ഒരു പിതൃഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം വിങ്ങിപ്പൊട്ടി. അദ്ദേഹം അന്വേഷിച്ചു, ആരാണ് ഇത് പരത്തിയത്, പ്രചരിപ്പിച്ചത്? അന്വേഷിച്ച് പ്രചരിപ്പിച്ചവനെ കണ്ടുമുട്ടി. മദീനയിലെ മിസ്തഹ് എന്ന ചെറുപ്പക്കാരൻ, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവൻ, തൻ്റെ ഓശാരം കൊണ്ട് ജീവിക്കുന്നവൻ, താൻ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകും. മിസ്തഹ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു പച്ചയായി, ഇല്ല, എൻ്റെ പക്കൽ നിന്ന് ഇനി മിസ്തഹിനൊന്നും കിട്ടൂല. മുസ്ലിം ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു തർബിയത്ത് നൽകുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇതൊരു തമാശയായി നിങ്ങൾ കാണരുത്, ഒരു ചെറിയ സംഭവമായി കരുതരുത്. പരിശുദ്ധ ഖുർആൻ വന്നു. നമുക്കറിയാം സംഭവം. ആയിഷാ ബീവിയുടെ നിരപരാധിത്വം ആകാശലോകത്തു നിന്ന് വെളിവാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നു, വിഷയം പറഞ്ഞു. മദീനയിൽ മുഴുവൻ സന്തോഷത്തിന്റെ വല്ലാത്ത ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്തും അബൂബക്കർ സിദ്ദീഖ് കുലുങ്ങിയില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റില്ല. മിസ്തഹിന് ഇനി ഒന്നും നൽകാൻ എനിക്ക് പറ്റില്ല. ഖുർആൻ അബൂബക്കർ സിദ്ദീഖിനോട് സംവദിച്ചു. ഫഅഫു വസ്ഫഹു. ശക്തിയുള്ള കൽപ്പനയാണ്.
നിങ്ങൾ അഫ്വ് ചെയ്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. ആരോടാ പറയണേ? പക്ഷേ അബൂബക്കർ സിദ്ദീഖ് കുലുങ്ങിയില്ല. സാധിക്കൂല. നിങ്ങൾക്കൊക്കെ അറിയാം ഇത് അബൂബക്കർ സിദ്ദീഖിൻ്റെ കുറ്റമല്ല. ഞാനും നിങ്ങളുമാണ് ആ സ്ഥാനത്തെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും. എൻ്റെ പൊന്നാര മോളെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പ്രചരിപ്പിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു മനുഷ്യനെ നമ്മൾ വെച്ചേക്കുവോ? പക്ഷേ മുസ്ലിം ഉമ്മത്തിന് തർബിയത്ത് നൽകുകയാണ് പടച്ച റബ്ബ്. എങ്ങനെയായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെന്ന് ഉന്നതമായ തലമുറകളിലൂടെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ള പറഞ്ഞത്, ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഇത് നമുക്ക് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രം പറയാനുള്ളതല്ല, ഹജ്ജിൻ്റെ വിഷയത്തിൽ മാത്രം പറയാനുള്ളതല്ല, വുദൂഇൻ്റെ രൂപത്തിൻ്റെ വിഷയത്തിൽ മാത്രം പറയാനുള്ളതല്ല. ജീവിതത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ മനുഷ്യരെ മനസ്സിലാക്കുക. ഖൈറുന്നാസി ഖർനീ, ഏറ്റവും നല്ല സമൂഹം എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ തുടർച്ചയായ 3 സമൂഹം, 3 നൂറ്റാണ്ടിലെ സമൂഹം ജീവിച്ച് പഠിപ്പിച്ച് കാണിച്ചു തന്ന മാതൃകയില്ലേ നമുക്ക് സ്വീകരിക്കേണ്ടത് അതല്ലേ? ഖുർആൻ വീണ്ടും വന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഖുർആൻ്റെ ശക്തിയുള്ള വാക്കുകൾ ആഴ്ന്നിറങ്ങുകയാണ്. ഖുർആൻ ചോദിച്ചു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ആർക്കെങ്കിലും ആരോടെങ്കിലും മാനസികമായ വിയോജിപ്പോ വിദ്വേഷമോ വെറുപ്പോ എന്തിൻ്റെ പേരിലായാലുമുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു, ഈ സദസ്സിൽ നിന്ന് നിങ്ങളൊരു പ്രതിജ്ഞ പുതുക്കണം. അതാണ് തഖ്വ, അത് മറ്റൊന്നുമല്ല. ഇല്ല, എനിക്കിനി ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. എന്താ ഖുർആൻ ചോദിച്ചത്? അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ച ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യമാണ്. ഉണ്ടോ? ഇല്ലേ? എന്താ ഉത്തരം? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അബൂബക്കർ സിദ്ദീഖ് കുലുങ്ങി, അബൂബക്കർ സിദ്ദീഖ് പേടിച്ചു, അബൂബക്കർ സിദ്ദീഖ് മയപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖിനും നമുക്കും ആവശ്യം, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹ് നമുക്ക് പുറത്തു തരണം. നമ്മളോ? ഞാൻ ആർക്കും പുറത്തു കൊടുക്കൂല. പറ്റൂല. പൊറുക്കണം, മറക്കണം. എന്തിന്? അല്ലാഹു മറക്കാൻ, അല്ലാഹു പൊറുക്കാൻ. നമ്മളിനി വാശിക്ക് നിൽക്കരുത് ആരും. ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്. ഇല്ലെങ്കിൽ തഖ്വ നഷ്ടപ്പെടും, തഖ്വ ഉണ്ടാവില്ല. കാരണം ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും. എല്ലാ മേഖലകളിലും. എലക്ഷൻ കഴിഞ്ഞല്ലോ, 2 പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചവർ ഇവിടെ ഉണ്ടാവും, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയിൽ കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ അതിൻ്റെ പേരിൽ വിദ്വേഷം വേണോ? ദീനിൻ്റെ പേരിൽ വിദ്വേഷം വേണോ? മുസ്ലിം സംഘടനകൾ വ്യത്യസ്ത ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാകും. സ്നേഹത്തോടെ ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഈ സംസാരം. വേറെ ഒരു സംഗതിയുമില്ല ഈ വിഷയത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹ് ആണ് നമ്മുടെ വിഷയം. പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞത് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് ഈ പാലക്കാട് ടൗൺ ഹാളിൽ നിന്നുണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 2ാമത്തെ ബന്ധം അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, ആ ബന്ധത്തെക്കുറിച്ചാണ് നാം തൗബയിലൂടെ സംസാരിച്ചു വന്നത്. ഒരു കാര്യം നാം മറക്കാതിരിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? നമുക്കൊക്കെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. ആകെ പ്രശ്നമാണല്ലോ. എന്താ വഴി?
നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് തീരണം, പരിഹരിക്കണം. എന്നാലോ ഇതിത്ര വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നു 3 കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. ഒന്നാമത്തെ വിഷയം, അംസിക് അലൈക ലിസാനക്. അംസിക് അലൈക ലിസാനക്. നിന്റെ നാവിനെ നീ തന്നെ ഒന്ന് പിടിച്ചു വെക്കടോ. വിശദീകരിക്കണ്ടല്ലോ. എല്ലാ പ്രശ്നങ്ങളും എവിടുന്നാ വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ കയറി വരിക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, നാവ് ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വെച്ച് ചോദിച്ചതിനൊന്നും മിണ്ടണില്ല. എങ്ങനെ കാണിക്കുക? കെട്ടഴിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, എന്താ അങ്ങനെ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇത് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്നെ നരകത്തിൽ കൊണ്ടുപോയി വീഴ്ത്തുക. ഞാൻ ബാക്കി പറയണ്ടല്ലോ, നിർത്തിക്കളി. എന്തിനാ? നമുക്ക് എന്തൊക്കെ പറയാണ്ട് കൂട്ടരെ. നമ്മളെ ഈ നാവ് എല്ലില്ലാത്ത ഒരു സാധനം കൃത്യമായി നല്ല രസകരമായ ഒരു ബോക്സിനുള്ളിൽ അള്ളാഹു അടച്ച് വെച്ച് തന്നത് എന്തിനാ? എന്തൊക്കെ ചെയ്യാണ്ട്? നമ്മൾ ആരാ? നമ്മൾ ഖൈറു ഉമ്മത്തല്ലേ? ആണോ? ഉറപ്പില്ല, പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ഖൈറു ഉമ്മത്തിന് അള്ളാഹു പറഞ്ഞ ഒരു സിഫത്ത് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ല. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ആയത്തിൻ്റെ അർത്ഥം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. അതിൽ നമ്മൾ വളരെ ബാക്ക്വേർഡാ. നമ്മൾ വിദ്യാഭ്യാസത്തിലല്ല ബാക്ക്വേർഡ്, സമ്പത്തിന്റെ വിഷയത്തിലല്ല ബാക്ക്വേർഡ്, ബിസിനസ്സിലല്ല നമ്മൾ ബാക്ക്വേർഡ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ഒരു വിഷയത്തിൽ നമ്മൾ പിന്നിലാ. ഏതാണ് വിഷയം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതിന് താടി വെച്ച മൗലവി വേണം, തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാർ വേണം, ജുബ്ബട്ട ശൈഖ് വേണമെന്നാണ് വിചാരം. മാറ്റണം. ഇത് തുടങ്ങണം സഹോദരന്മാരെ, മാറണം. ഈ റമദാനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകണം, ഖൈറു ഉമ്മത്താകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, അംസിക് അലൈക ലിസാനക്. അതല്ലേ നോമ്പ്? നോമ്പ് അതന്നല്ലേ? അള്ളാഹ്ക്ക് എന്താ വേണ്ടത്? നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നോ, ദാഹിച്ചിങ്ങനെ ഇരിക്കണമെന്നോ? അള്ളാഹ്ക്ക് ആവശ്യമല്ല. പച്ചയായാണ് അള്ളാഹിൻ്റെ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു പഠിപ്പിച്ചില്ലേ, അള്ളാഹുവിന് ആവശ്യമില്ല നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിക്കണം, പാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ് കൂട്ടരെ. കൽബ് ഹൃദയമാണ്. അത് ശരിയാകാതെ ഒരു മാറ്റവും സംഭവിക്കില്ല. അവിടെയാണ് മാറേണ്ടത്. അതുകൊണ്ടല്ലേ മഹാനായ നബി തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത് കേട്ടിട്ടില്ലേ? അസ്സൗമു ലീ വഅന അജ്സീ ബിഹി. എന്താ അങ്ങനെ പറഞ്ഞ? നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുക എന്നാ. സലാത്ത് ആർക്കുള്ളതാ? സക്കാത്ത് ആർക്കുള്ളതാ? ഹജ്ജ് ആർക്കുള്ളതാ? പിന്നെന്താ വ്യത്യാസം? വഅന അജ്സീ ബിഹി. ശരിക്ക് മനസ്സിലാക്കിക്കോ വ്യത്യാസം. ഇത് നഷ്ടപ്പെടുത്തരുത് സഹോദരന്മാരെ. എന്താ വ്യത്യാസം എന്നറിയോ? വളരെ പച്ചയായി മുഹദ്ദിസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് വ്യത്യാസമെന്നോ? സഹോദരന്മാരെ ചിന്തിക്കുക. ഹിസാബിന് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന രംഗമുണ്ട്. അവിടെ ചില മനുഷ്യരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ, മുഫ്ലിസ് മുഫ്ലിസ്, പാപ്പറായവൻ പാപ്പറായവൻ. ആരാണ് പാപ്പറായവൻ? ദുനിയാവിൽ നിന്ന് ഒരുപാട് നന്മകൾ ചെയ്തു, പക്ഷേ പരലോകത്ത് ചെന്നപ്പോ ആ നന്മയൊന്നുമില്ല. കാരണം എന്താണെന്നോ? ആ നന്മയോടൊപ്പം ഇവന്റെ സ്വത്ത് വാരിയിട്ടുണ്ട്, ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവനെ കുറിച്ച് ഏഷന് പറഞ്ഞിട്ടുണ്ട്, ഇവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ അള്ളാഹുവിന് ഹിസാബ് നടത്തണം. അള്ളാഹു ഇങ്ങനെ ചെന്ന് ഹിസാബിന് വേണ്ടി ഏടൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് തെറി, ചീത്ത, പരിഹാസം, ഏഷണി, പരദൂഷണം. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല. അവൻ്റെ നന്മ അവൻ്റെതൊക്കെ എടുത്ത് ഇവനാണ് കൊടുക്കും. അതിനെ പാപ്പറാകുക എന്ന് പറഞ്ഞാൽ. അവസാനങ്ങൾ ആലോചിച്ചപ്പോൾ റസൂൽ അത് വിശദീകരിച്ച് തരികയാണ്. അവസാനം ഇവൻ്റെ അടുത്ത് എടുക്കാൻ ഒരു നന്മയില്ല. അപ്പോഴോ അവൻ്റെ കുറച്ച് തിന്മ എടുത്തിട്ട് അവൻ ഇവന് കൊടുത്തു. വേറെ വല്ല പ്രയാസം? ആകെ പൊളിഞ്ഞ് നാശായില്ലേ? ഇതാണ് മുഫ്ലിസ്.
എന്നാൽ കേൾക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിന്റെ വിശദീകരണമായി മുഹദ്ദിസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, സൗമ് അതിനെടുക്കുകയില്ല. മാഷാ അല്ലാഹ്. ഏതിനെടുക്കൂല? ഓൻ്റെ ചെലവിലേക്ക് എൻ്റെ സൗമ് കിട്ടൂല. അതാണ് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. കിട്ടൂല. ബാക്കിയുള്ള ഒക്കെ പോവും. ഹജ്ജ് പോവും, സക്കാത്ത് പോവും, സദഖ പോവും, എല്ലാം പോവും. പക്ഷേ അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഒരു വല്ലാത്ത അനുഭവമാണ് സൗമിനുള്ളതെങ്കിൽ നമുക്ക് ആ സൗമിൻ്റെ ഉടമകളാകാൻ അംസിക് അലൈക ലിസാനക്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ യസഅക ബൈതുക്. നിൻ്റെ വീട് നിനക്ക് വിശാലമാകട്ടെ. നിൻ്റെ വീട് നിനക്ക് വിശാലമാകണം. ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താ? ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കല്ലോ കേട്ടോ, ഞാൻ എന്നോടെ ചോദിക്കണേ, ഇപ്പം നിങ്ങളെ പ്രശ്നം എന്താണെന്നല്ല, നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചത്. എന്താ പ്രശ്നം? വീട്ടിലിരിക്കാൻ കഴിയണില്ല, ഒരു സ്വസ്ഥതയല്ല, സമാധാനമല്ല. പിന്നെ അതിന് ബീച്ചിൽ പോകണം, അല്ലെങ്കിൽ കോട്ട മൈതാനത്ത് പോകണം, അല്ലെങ്കിൽ പാർക്കിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകണം. അല്ലേ? ആണോ? മാറണം. റമദാൻ നമ്മളെ മാറ്റണം. ഇവിടെ ആണുമുണ്ട്, പെണ്ണുമുണ്ട്, കുടുംബസമേതമാണ് നിങ്ങളിവിടെ വന്നത്. ഒരൊറ്റ സ്ത്രീക്കും ഒരൊറ്റ പുരുഷനും തൻ്റെ വീട് ഒരു കുടുസായി അനുഭവപ്പെടരുത്. അതിലെ റൂം ഇടുങ്ങിയതാകാം, ജനൽപ്പാളികളില്ല എന്ന് വന്നേക്കാം, ഫാനില്ല എന്ന് വന്നേക്കാം, ബെഡില്ല എന്ന് വന്നേക്കാം. ഒരു ചെറിയ തറയിൽ ഒരു ചെറിയ പായ വിരിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു മനോഗതി, ജീവിതം ക്ഷീണിക്കുമ്പോൾ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് എത്തണമെന്ന കടുപ്പമുള്ള ഒരു ചിന്ത ആ വീട്ടിനകത്തുണ്ടാക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. മഹാനായ നമ്മുടെ നേതാവ് നബി തങ്ങളും ആയിഷ ബീവിയും കടന്ന പായങ്ങൾക്ക് ഓർമ്മല്ലേ എത്രയും ഇതിൻ്റെ വലിപ്പം? അതല്ല പ്രശ്നം. 10 റൂം, 20 റൂം എന്നുള്ളതല്ല പ്രശ്നം. വേറൊന്നും ഉണ്ടാകേണ്ടതുണ്ട്. ആ പായൻ്റെ വലിപ്പം എത്രയായിരുന്നു? നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റിമീറ്റർ പറയാൻ കഴിയുമോ? ഞാനത് വരച്ച് തരാം, അതിൻ്റെ ചിത്രം പറഞ്ഞു തരാം. റസൂലുള്ള ആയിഷ ബീവിയും കടന്ന പായൻ്റെ വലിപ്പം, അവരുടെ ആ സ്ഥലം എത്രയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞില്ലേ, നബി നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് റസൂല് സുജൂദ് ചെയ്യാൻ വേണ്ടി ആയിഷാൻ്റെ കൈയൊന്നുകൊണ്ട് മാറ്റും, കാലൊന്നാണ് നീക്കും. എത്രയും ഇതിൻ്റെ വലിപ്പം? അല്ല പ്രശ്നം. നമ്മളെ പ്രശ്നം ഇപ്പം എന്താ? ബെഡ്റൂം ഒരുപാടുണ്ട്, പല സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തണില്ല. വീട് നമുക്ക് വിശാലമാകുന്നില്ല. ഒരു സ്വസ്ഥത കിട്ടണമെങ്കിൽ ഒരു ഔട്ടിങ് വേണം. അവസാനിപ്പിക്കുക കൂട്ടരെ. ഈ റമദാനിൽ ആണും പെണ്ണും ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു തീരണം. വീട് വിശാലമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനിക്കാത്ത വിഷയമാണ്. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നത്. വബ്കി അലാ ഖതീഅതിക്. നിൻ്റെ ഖതീഅത്തുകളെക്കുറിച്ച് ആലോചിച്ച് നിനക്ക് കരയാനാവണം. നമ്മൾ പലതിനും കരഞ്ഞിട്ടുണ്ട്. എന്താ ഖതീഅത്ത് എന്ന് പറഞ്ഞാൽ? ഖത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? നമുക്കറിയാം, നമ്മളൊരു കണക്കൊക്കെ എഴുതുമ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ അവിടെ വെട്ടും അല്ലേ? കുട്ടികൾ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ശരിയാത്ത പെന്നുകൊണ്ടാണ് എഴുതിയെങ്കിൽ അങ്ങോട്ട് വെട്ടും, പെൻസിൽ കൊണ്ടാണ് ഇങ്ങനെ മായ്ച്ച് കളയാം. അങ്ങനെ വെട്ടി കുറേ സാധനം ഉണ്ടാവും. അതിനാണ് എന്ത് പറയുക? ഖതീഅത്ത്. ഒരു പേജ് നിങ്ങൾ എടുത്ത് നോക്കി. ഞാനിപ്പോൾ ഒരു പേജിൽ ഇങ്ങനെ എഴുതി കുറേ വെട്ടി, ഒരു സുഖം ഉണ്ടാവില്ല അത് കാണാൻ. ആ വെട്ടിയതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? മായ്ച്ച് കളഞ്ഞു തരും. എന്ത് വേണം? വബ്കി അലാ ഖതീഅതിക്. നിൻ്റെ തെറ്റുകളുടെ മുമ്പിൽ നിനക്ക് കരയാനാവണം. സീരിയൽ കണ്ടിട്ട് കരയണം എന്നല്ല, നോവൽ വായിച്ചിട്ട് കരയണം എന്നല്ല. വബ്കി അലാ ഖതീഅതിക്. വാപ്പ മരിച്ചെടുക്കണ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും, ഉമ്മ മരിച്ചാൽ കരഞ്ഞു എന്ന് വരും, കരയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കരയേണ്ട ഒന്നാമത്തെ രംഗം അലാ ഖതീഅതിക്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്, നിങ്ങളും ക്ഷീണിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. വിശേഷിച്ചും 3 അവസരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ലിസ്സാഹിമി ഫർഹത്താൻ.
ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്നുള്ള സന്തോഷം. എന്താ തുറക്കുമ്പോഴുള്ള സന്തോഷം? 3 സന്തോഷങ്ങളുണ്ട്. ഒന്നാമത്തേത്, നോമ്പ് തുറക്കുമ്പോൾ മാഷാ അല്ലാ ഇന്നത്തെ നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാ, വല്ലാതെ പരിക്കൊന്നുമില്ല ഇന്നത്തെ എൻ്റെ നോമ്പിന്, പൂർത്തിയായി അൽഹംദുലില്ലാ. 1. രണ്ടാമത്തെ സന്തോഷം, ഭയങ്കര ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, അള്ളാഹു അനുവദിച്ചല്ലോ, അതെ 2. മൂന്നാമത്തെ സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പിനുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് റസൂലുള്ളാഹി പറഞ്ഞ സിഫത്ത് എന്താ പറയുക നിങ്ങൾക്ക്? അതിൻ്റെ സവിശേഷത, ദഅവത്തുൻ ലാ തുറദ്, തള്ളപ്പെടാത്ത പ്രാർത്ഥന. കിട്ടുമോ നമുക്ക്? ചെറിയൊരു പ്രശ്നമുണ്ട് കിട്ടാൻ. എന്താ വെച്ചാൽ നമ്മളെ മേശന്ന് ചെറുതാക്കണം. അതിമുള്ള സാധനത്തിൻ്റെ വലിപ്പം കൊണ്ട് നമുക്ക് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നതുപോലെ ഒന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ ശീലിച്ചു നോക്കിക്കൂടെ? നമ്മളൊന്ന് മാറണം സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ റുത്തബ് കൊണ്ട്, അല്ലെങ്കിൽ തംറ് കൊണ്ട്, അല്ലെങ്കിൽ മാ കൊണ്ട് നോമ്പ് തുറന്നു. എന്നിട്ട് നബി ഒരു ദിക്ർ ചൊല്ലി, ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വഥബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അടുത്തതെന്താ? ജ്യൂസ് കുടിച്ചേക്കല്ല നബി, വെള്ളം കുടിച്ചേക്കല്ല, സമൂസ തിന്നേക്കല്ല, കഞ്ഞി കുടിച്ചേക്കല്ല. ഒരു 10 സെക്കൻഡ് സഹോദരന്മാർ, അത്രേ കിട്ടുള്ളൂ. ഒരു 10 സെക്കൻഡ് ഒരു വിഷയം അള്ളാഹിനോടൊന്ന് സൂചിപ്പിക്കുക. അള്ളാഹ്ക്ക് സൂചന മതി. വലിയൊരു പെറ്റീഷൻ, നിങ്ങൾ 4 പേജുള്ള ഒരു പെറ്റീഷൻ ഉണ്ടാക്കി കൊടുക്കണ്ട, സൂചന മതി. അള്ളാഹ് എന്തേ നോക്കുള്ളൂ എന്നറിയോ? അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെ പ്രശ്നം എന്താന്ന്. അള്ളാഹ്ക്ക് അറിയാം നമ്മളെ പ്രശ്നം എന്താ. കാരണം നമ്മൾ അള്ളാഹിനോട് പറയല എന്താ? ഇന്നക തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. റബ്ബേ, നിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. സഹോദരന്മാരെ, ഒരു സൂചന, ഒരു 10 സെക്കൻഡ്. എന്താ പ്രശ്നം? ദഅവത്തുൻ ലാ തുറദ്, തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥന. ആ സമയമാണ്, ആ സമയം. എന്നിട്ട് കുടിച്ചാൽ പോരാ ജ്യൂസ്? ഒന്ന് ആലോചിക്കാം നമുക്ക്. രണ്ടാമത്തെ സമയം സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതിന് നബി പ്രയോഗിച്ച വാക്ക് തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ സുഹൂർ ഉണ്ടാകണം. നിങ്ങൾക്ക് സുഹൂറിൽ ബർക്കത്തുണ്ട്. എന്താ സുഹൂർ എന്ന് പറഞ്ഞാൽ? എന്താണ് അതിൻ്റെ ബർക്കത്ത്? സുഹൂർ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ പേരല്ല, അതാദ്യം മനസ്സിലാക്കി. അതൊരു സമയമാണ്, ഒരു സമയത്തിൻ്റെ പേരാണ് എന്ത്? സുഹൂർ. ശരി, എന്താണ് സുഹൂറിൻ്റെ സവിശേഷത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബർക്കത്തിനെ മുഹദ്ദിസുകൾ വിശദീകരിച്ചത് 3 സംഗതികളാണ്. നമ്പർ 1, പകല് നോമ്പ് നോക്കാൻ ഒരു സ്റ്റാമിന കിട്ടും. ആ നേരത്തെ എന്തെങ്കിലും ഒന്ന് തിന്നാൽ. നബി എന്തേലും തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ തിന്നണമായി തിന്നാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കുറച്ച്, ഒന്നുമില്ലെങ്കിൽ 2-3 കാരക്ക, കുറച്ച് വെള്ളം, ബസ്. ശരി, രണ്ടാമത്തത് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലുൻ മാ ബൈന സിയാമിന വ സിയാമി അഹ്ലുൽ കിതാബ് അസ്സുഹൂർ. നമ്മുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും നോമ്പും തമ്മിലുള്ള വ്യത്യാസം സുഹൂറാണ്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ ശരിക്കും കാണിക്കണം. സുഹൂറില്ലാത്ത നോമ്പ് നമുക്കില്ല. മൂന്നാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനം. അതേതാ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുഹൂറിൻ്റെ സമയമെന്ന് പറയുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 7ാമത്തെ ആകാശത്തിന് മുകളിലുള്ള അർശിലുള്ള അല്ലാഹു, അതാണ് നമ്മളെ വിശ്വാസം. നമ്മളെ വിശ്വാസം അതാണ് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു എല്ലായിടത്തും എന്നല്ല. അള്ളാഹു എവിടെയെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉണ്ടാകാം. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അള്ളാഹു അവൻ്റെ അർശിലാണ്. അർശുള്ളത് 7 ആകാശങ്ങളുടെ മുകളിലാണ്. ആ 7 ആകാശങ്ങളുടെ മുകളിൽ നിന്ന് ഏറ്റവും അടിയിലെ ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരും. നിങ്ങളെന്നോട് ചോദിക്കരുത് എന്താണ് ഈ 7 ആകാശം. നമ്മളെ നാസക്കാർ പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളോട് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ. 7 ആകാശങ്ങളെ അടുക്കുകളാക്കി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. വഹ്യിനെ പറയാൻ കഴിയുള്ളൂ, നാസക്ക് പറയാൻ കഴിയില്ല, തുമ്പക്കാർക്ക് പറയാൻ കഴിയില്ല.
നാസയ്ക്ക് ആർക്കും പറയാൻ കഴിയില്ല, അള്ളാഹ്ക്കേ പറയാൻ കഴിയും. ആ 7ാമത്തെ ആകാശത്തിന് മുകളിൽ നിന്ന് അള്ളാഹു ഇറങ്ങി വരും. എന്നിട്ട് അടിയിലെ ആകാശത്തേക്ക് അള്ളാഹു വന്നിട്ട് അള്ളാഹു ചോദിക്കും, സുഹൂറിൻ്റെ സമയത്ത് ആരെങ്കിലും ഉണ്ടോ പാപമോചനത്തിന് വേണ്ടി തേടുന്നവൻ? ഞാൻ പുറത്തു കൊടുക്കാം. ആരെങ്കിലുമുണ്ടോ വല്ല ആവശ്യവുമായി സമീപിക്കുന്നവൻ? ഞാൻ അവൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൽ നമുക്ക് കിട്ടുന്ന വല്ലാത്ത അവസരമാണ്. അല്ലാത്ത സമയത്ത് സുഹൂറിന് മുട്ടി വിളിച്ചാൽ നമ്മൾ ഉണരൂല. എന്നാൽ ഇവിടെ നമ്മൾ ഉണർന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സുണർന്നിട്ടുണ്ട്, ഹൃദയം ഉണർന്നിട്ടുണ്ട്. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, അതെന്താ? വബ്കി അലാ ഖതിഅതിക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 3ാമത്തെ സമയം നീണ്ട റമദാനാ അല്ലേ? കുറച്ച് സമയം അധികമുണ്ട്. കുറച്ചുകൂടി നല്ലത് ഇപ്പോഴുള്ള അവസ്ഥ പറയാം. ഞങ്ങളൊക്കെ ഇരുന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, ഭയങ്കര ചൂടുണ്ട്. പാലക്കാട് മഴ പെയ്യണില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ, ഭയങ്കര ചൂടുമുണ്ട് അല്ലേ? അപ്പോൾ എന്തുണ്ട്? ഒരു ക്ഷീണമുണ്ട്. എന്നാൽ മനസ്സിലാക്കിക്കോ, ആ ക്ഷീണം അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. എന്തിനാണെന്നറിയോ? ജിഹാദിന് പോകാൻ വേണ്ടി സഹാബത്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക, ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ള കമാൻഡറാണല്ലോ, ഓരോ നിർദ്ദേശം ഇങ്ങനെ കൊടുക്കണ കൂട്ടത്തിൽ കൊടുത്ത ഒരു നിർദ്ദേശം നിങ്ങൾക്ക് കേൾക്കണ്ടേ? സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, നിങ്ങൾക്ക് ഈ ജിഹാദിനിടയിൽ ഒരു അവസരം കിട്ടും. നിങ്ങൾ ഏറ്റവും ക്ഷീണിക്കുന്ന ഒരവസരം, തളർന്നു പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഉടനെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. മുസ്ലിം മനസ്സിലാക്കിക്കോ, മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും സുപ്രധാനമായ ക്വാളിറ്റികളിൽ ഒന്നാണ്, മാനസികമായോ ശാരീരികമായോ അവൻ എവിടെയൊക്കെ തളർന്നോ, എപ്പോഴൊക്കെ തളർന്നോ, അത് അള്ളാഹു അവന് നൽകുന്ന അവസരമാണ്. ആ തളർച്ചയിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടനെ കിട്ടും. പോരെ? നിർത്തണ്ടേ? സഹോദരന്മാരെ, അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ കണ്ട് പൂതി തീർന്നത് കൊണ്ടല്ല, എനിക്ക് സംസാരിച്ച് നിങ്ങളോട് പറയാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവശേഷിക്കാത്തത് കൊണ്ടുമല്ല. സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ റമദാനിൽ നാം നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ സുപ്രധാനമായ ചിലതാണ് ഞാൻ നിങ്ങളോട് വരച്ചു കാണിച്ചത്. അതിലേറ്റവും പ്രധാനമായ ഒന്നാമത്തേത്, ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ അവസാനിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് നിങ്ങൾ മറന്നു പോകരുത്. തഖ്വ നമുക്കുണ്ടാകണമെങ്കിൽ 2 ബന്ധങ്ങൾ പുനരേകീകരിക്കപ്പെടണം. ഒന്നാമത്തേത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ ഞായറാഴ്ചയിൽ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ഉണ്ടായി എന്നത് നമ്മുടെ ജീവിതത്തിലെ മഹാനേട്ടമാണ്. സംസാരിക്കാൻ എനിക്ക് അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകി, ഇൽമ് നൽകി. അതോടൊപ്പം തന്നെ കേൾക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകി. ഇത് സംഘടിപ്പിക്കാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് അല്ലാഹു അനുഗ്രഹം നൽകി. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഇതൊരു സംഘടന മാത്രം ചെയ്യേണ്ടതല്ല, എല്ലാവരും ചെയ്യണം. പക്ഷേ നമുക്കെല്ലാവർക്കും ചെയ്യാൻ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന വിഭാഗത്തെയും ആളുകളെയും നിങ്ങൾ സഹായിക്കണം, അവരോട് സഹകരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചു. ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ബാധ്യതയാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന പണമായാലും അധ്വാനമായാലും സൗകര്യമായാലും വാക്കുകളായാലും ഒരു ടെലിഫോൺ സന്ദേശമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പക്കൽ, അള്ളാഹുവിൻ്റെ തുലാസിൽ വലിയ കനം തൂങ്ങുന്ന വലിയ ഒരു അമലായി മാറും. അള്ളാഹു അത്തരത്തിലുള്ള ഇഖ്ലാസ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹമുർ റാഹിമീനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിലെ ഈ ദിവസം
നിൻ്റെ ദീനിനെക്കുറിച്ച് പറയാൻ, നിന്നെക്കുറിച്ച് സ്മരിക്കാൻ, നിൻ്റെ സ്മരണകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകാതിരിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു, കേട്ടു. അല്ലാഹുവേ, ഇതൊരു സൽക്കർമ്മമായി നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏട്ടിൽ വലിയ കനം തൂങ്ങുന്ന ഒരു അമലായി ഈ അമലിനെ നീ രേഖപ്പെടുത്തി തരണമേ. അർഹമുറാഹിമീനായ റബ്ബേ, സംസാരിച്ചതും കേട്ടതും സത്യമായ കാര്യങ്ങളാണ്. അവ ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഈ റമദാനിൽ സാക്ഷികളാവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി, ആയുസ് നൽകി, ആരോഗ്യം നൽകി. നാഥാ, ഇത് പൂർത്തിയാക്കാൻ, ഈമാനോടെ ഇഹ്തിസാബോടെ ഇത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ റമദാനിലുള്ള ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ പലരും ഞങ്ങളോടൊപ്പമില്ല. നാഥ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കണമേ. അവരുടെ ബർസഖിയായ ജീവിതം ദുനിയാവിലെ ജീവിതത്തെക്കാൾ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൽ നോമ്പ് നോക്കാൻ സാധിക്കാത്ത, ഈ സദസ്സിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. രോഗികളായി കിടക്കയിലും ആശുപത്രിയിലുമാണ് അവർ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും അല്ലാഹുവേ രോഗികളാണ്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണമേ, ശമനം നൽകണമേ, ഷിഫ നൽകണമേ, ആശ്വാസം നൽകണമേ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും തുല്യമായി അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ വിശുദ്ധ മാസത്തിൽ പോലും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഥ, സുഭിക്ഷമായി നോമ്പ് തുറക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നിർഭയത്വത്തോടുകൂടി തറാവീഹ് നമസ്കരിക്കുന്ന, ക്ലാസ് കേൾക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സൗഭാഗ്യങ്ങൾ അവർക്കില്ല. നാഥ, അവർക്ക് നീ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. നിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തും ഈമാനും അവർക്കും ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, മസ്ജിദുൽ അഖ്സ എല്ലാ റമദാനിലെയും ഞങ്ങളുടെ ദുഃഖമാണ് റബ്ബേ. നാഥ, ജൂതപ്പടയുടെ കിരാതമായ ഹസ്തങ്ങളിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ ഒന്നാമത്തെ ഖിബലയായ, മൂന്നാമത്തെ പള്ളിയായ ആ മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഫലസ്തീനിൽ ജൂതന്മാരുടെ കിരാതമായ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ അനുജന്മാരും അനുജത്തിമാരും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും, നാഥ, അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, ജയിലുകളിലും കാരാഗ്രഹത്തിലും അകപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണമേ, സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൽ ഞങ്ങൾക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. സാലിഹായ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ മുഴുവൻ ഏർപ്പാടുകളിലും ഈ വിശുദ്ധ റമദാനിൽ കൂടുതൽ കൂടുതൽ ബർക്കത്തുകൾ നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഈ വിശുദ്ധ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലിസ്റ്റിൽ ഞങ്ങളുടെ പേരും ഉണ്ടാകണമേ. അർഹമുറാഹിമീനായ റബ്ബേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് റയ്യാൻ എന്ന വാതിലിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ ഈ പാപികളായ, ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളും ഉണ്ടാകണേ നാഥ. അർഹമുറാഹിമീനായ റബ്ബേ, നീ നിനക്ക് വെച്ചിട്ടുള്ള മുഴുവൻ അസ്മാഉകളും സിഫാത്തുകളും തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. തൗഹീദിൽ ഞങ്ങളെ നീ നിലനിർത്തണമേ. ബിദ്അത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ, അവസാനം മലക്കുൽ മൗത്ത് ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് തൗഹീദിൻ്റെ കലിമ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുറാഹിമീനായ റബ്ബേ,
റബ്ബേ, മുഴുവൻ പിശാചുക്കളുടെയും വസ്വാസുകളിൽ നിന്ന് ആ സമയത്ത് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കഫൻ ചെയ്യുമ്പോൾ, ഞങ്ങളെയും ചുമന്നുകൊണ്ട് മക്ബറകളിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ, ആ ഖബറിൽ ഞങ്ങളെ വെച്ച് അവർ പിരിഞ്ഞു പോരുമ്പോൾ, നാഥാ, നിന്റെ റഹ്മത്തല്ലാതെ, നിന്റെ കാരുണ്യമല്ലാതെ ഒരു രക്ഷയുമില്ലാത്ത അവസരങ്ങളാണ് റബ്ബേ. നിന്റെ കാരുണ്യവും നിന്റെ റഹ്മത്തും ആ അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഖബർ സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി നീ മാറ്റിത്തരണമേ. ആ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ നീ തുറന്നു തരണമേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹിസാബിന് വേണ്ടി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങൾക്കെങ്കാണ്ട് ഹിസാബ് ഉണ്ടാവുകയാണെങ്കിൽ ഹിസാബുൻ യസീർ എന്ന് നീ പരിചയപ്പെടുത്തിയ ലഘുവായ വിചാരണ നടത്തി സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ പറഞ്ഞു വിടണമേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ തുലാസിൽ നന്മയും തിന്മയും കനം തൂക്കുന്ന സമയത്ത് നാഥാ, നന്മ കനം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. സിറാത്ത് എന്ന പാലത്തിലേക്ക് ഞങ്ങളെ കടത്തിവിടുമ്പോൾ ഒരു മിന്നൽ പിണർ പോലെ സിറാത്തിലൂടെ കടന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ ഇതുപോലെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ. പരിശുദ്ധ ജന്നാത്തിൽ, നിന്റെ വിശുദ്ധമായ ജന്നാത്തിൽ അവരുടെ കൂടെ ഇരിക്കാൻ, അവരുമായി സല്ലപിക്കാൻ, അവരുമായി ഒരുമിച്ച് ചേരാൻ, ഞങ്ങളുടെ എല്ലാമായ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നാഥാ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു തരണം. ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ മുറാദുകളും അറിയുന്നവനാണ് നാഥാ നീ. ഞങ്ങൾ ചോദിക്കാതെ തന്നെ അതിനൊക്കറിയാം. ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണം റബ്ബേ. ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം റബ്ബേ. ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. നാഥാ, ഈ റമദാൻ ഈമാനോടെ ഇഹ്തിസാബോടെ പൂർത്തിയാക്കാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر المؤمنين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا الموحدين في كل مكان. اللهم وحد كلمة الموحدين. اللهم وحد صفوفهم يا رب العالمين. اللهم دمر أعداء الإسلام والمسلمين. اللهم دمر أعداء الإسلام والمسلمين. اللهم دمر أعداء الإسلام والمسلمين برحمتك يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا. ربنا اغفر لنا ولوالدينا. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.